അപ്പോൾ അച്ഛൻ്റെ മുണ്ട് 4 മടക്കിയിട്ടാണ് ഞാനത് ഉടുക്കുന്നത്. അപ്പോൾ ആ ജുബ്ബ എന്നെ അകത്തൂടെ സ്റ്റിച്ച് ചെയ്ത് ചെറുതാക്കിയിട്ട് ഒരു വലിയ കപ്പട മീശയൊക്കെ വെച്ചിട്ട് അങ്ങനത്തെ ഒരു ഇതിലാണ് ആദ്യമായിട്ട് ഞാൻ നാടകത്തിൽ അഭിനയിക്കുന്നത്. ഒരു ഭയമുള്ളത് നല്ലതാണ്. നമ്മൾ ചില കാര്യങ്ങൾക്കൊരു ഭയം ഉണ്ടാകുമ്പോൾ നമ്മൾ ആ ഒരു ഭയത്തോടുകൂടി അതിനെ കാണുമ്പോൾ അത് കുറച്ചുകൂടെ വൃത്തിക്ക് നമുക്ക് ചെയ്യാൻ സാധിക്കും. കല എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപോകുന്നതിനപ്പുറത്തേക്ക് അവരെ വേറെ തരത്തിൽ ചിന്തിപ്പിക്കുകയും അവരെ വേറെ തരത്തിൽ ജനുവിൻ ചെയ്യിക്കുകയും ചെയ്യുമ്പോഴാണ് ആർട്ടിന് അതിന് പൂർണ്ണമായിട്ടൊരു അർത്ഥം ഉണ്ടാകുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അപ്പം തിലകൻ എന്ന് പറയുന്ന നടനെ പറ്റി പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരുപാട് പെർഫോമൻസിനെ കുറിച്ച് പറയും. പക്ഷെ അദ്ദേഹം തിയേറ്റർ തന്നെയാണ് അവിടെയും കാണിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഓരോ ലുക്കും ഡയലോഗ് റെൻഡറിങ്ങും ഒക്കെ അതിൻ്റെ ഒരു റിതമുണ്ട്. പക്ഷെ അതിന് അദ്ദേഹത്തിൻ്റെ ബ്രില്യൻസ് ഉപയോഗിച്ച് അത് ഭയങ്കരമായിട്ട് ബ്ലെൻഡ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഹായ് ഹലോ, ഇന്ന് നമ്മുടെ കൂടെയുള്ള ഗസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചക്കപ്പഴത്തിലെ കുഞ്ഞുണ്ണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവും. അദ്ദേഹം ഒരു നാടക പ്രവർത്തകനാണ്, സിനിമ സീരിയൽ നടനാണ്. അപ്പോൾ വെൽക്കം അമൽ രാജ്ദേവ്. താങ്ക് യു. അമലേട്ടാ നമസ്കാരം. നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖം, നന്നായി പോകുന്നു. നാടകവും സിനിമയും സീരിയലും ഒക്കെ ആയിട്ട് അതെ അല്ലേ, ഒന്നും കൂടെ ആയിട്ട് ഇങ്ങനെ പോകുന്നു. പിന്നെ ഈ നാടകം അഭിനയം ഒരു ഇഷ്ടപ്പെട്ടു തുടങ്ങിയപ്പോൾ മുതലേ? അഭിനയം വളരെ ചെറുപ്പത്തിലേ, കാരണം എൻ്റെ കുട്ടിക്കാലം തൊട്ടേ ഞാൻ 4ാം ക്ലാസ്സിലാണ് ആദ്യമായിട്ട് നാടകത്തിൽ അഭിനയിക്കുന്നത്. സ്കൂൾ നാടകത്തിൽ ഞാൻ പഠിച്ച സ്കൂളിൽ ആദ്യമായിട്ട് അഭിനയിച്ചൊരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? അതായത് അപ്പം പണ്ടത്തെ കുട്ടികളുടെ നാടകം എന്നൊക്കെ പറയുന്നത് നമ്മൾ ഇന്ന് ചെയ്യുന്ന കുട്ടികളുടെ നാടകത്തിന്റെ ഒരു അന്തരീക്ഷമേ അല്ല. ഇന്ന് ഒരുപാട് മാറിപ്പോയി. അന്നത്തെ നാടകത്തിന്റെ കുട്ടികളുടെ കഥ പോലും ഈ അച്ഛൻ, അമ്മ, കുടിപ്പക, മുതലാളി, തൊഴിലാളി, ആ ബന്ധങ്ങളൊക്കെയാണ്. അപ്പം അതിനകത്ത് ശങ്കരൻ മുതലാളി എന്ന് പറയുന്നൊരു ഭയങ്കരമായിട്ടുള്ളൊരു ബ്ലേഡ് പലിശ കൊടുക്കുന്ന ഒരു മുതലാളിയുടെ ഒരു ക്യാരക്ടറാണ്. അതാണ് വില്ലൻ ക്യാരക്ടറാണ്. അപ്പം ഞാൻ അന്ന് 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഒരു മുണ്ട് ഒറ്റയ്ക്ക് എടുക്കാൻ പറ്റില്ല, കാരണം അത്രയും വലിയ മുണ്ടാണ്. അപ്പോൾ അച്ഛൻ്റെ മുണ്ട് 4 മടക്കിയിട്ടാണ് ഞാനത് ഉടുക്കുന്നത്. അപ്പോൾ ആ ജുബ്ബ എന്നെ അകത്തൂടെ സ്റ്റിച്ച് ചെയ്ത് ചെറുതാക്കിയിട്ട് ഒരു വലിയ കപ്പട മീശയൊക്കെ വെച്ചിട്ട് അങ്ങനത്തെ ഒരു ഇതിലാണ് ആദ്യമായിട്ട് ഞാൻ നാടകത്തിൽ അഭിനയിക്കുന്നത്. അപ്പോൾ അന്ന് തൊട്ടേ അഭിനയം ഭയങ്കരമായിട്ടുള്ളൊരു ഇഷ്ടമാണ്. പിന്നെ അച്ഛൻ എന്നെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തു. അച്ഛനാണ് ശരിക്കും എന്നെ ഫസ്റ്റിലത്തെ ഒരു എന്താ പറയുക, ഒരു അധ്യാപകൻ എന്ന നിലയ്ക്ക് എന്നെ പല കാര്യങ്ങളും മോണോ ആക്ട് ആയാലും നാടകമൊക്കെ ആയാലും ഒക്കെ പഠിപ്പിച്ച് തന്നത്. പിന്നെ അന്ന് ഈ കുട്ടിക്കാലത്ത് ഞങ്ങളുടെ നാട്ടിൻപുറത്ത് അമ്പലങ്ങളിൽ ഈ കൊമേഴ്സ്യൽ നാടകങ്ങളൊക്കെ കളിക്കാൻ വരുന്നു. അപ്പോൾ അച്ഛൻ അമ്പലത്തിൻ്റെ പ്രസിഡന്റ് എന്ന നിലയ്ക്ക് എല്ലാ നാടകങ്ങളും ഏറ്റവും ഫ്രണ്ടിൽ പോയിരുന്ന് കാണും. കഥാപ്രസംഗം നടക്കുന്ന സ്റ്റേജിൻ്റെ വിങ്സിൻ്റെ സൈഡിൽ ഇങ്ങനെ ഇരുന്ന് അത് കേൾക്കും. അപ്പോൾ അന്നോട്ടേ ഈ നാടകങ്ങൾ ഭയങ്കരമായിട്ട് ഇഷ്ടമുണ്ടായിരുന്നു. ആ സമയം തൊട്ടേ ഇപ്പോൾ നാടകത്തിൽ ഫുള്ള് സജീവമായിരുന്നല്ലേ, കുറെ നാടകങ്ങൾ. അതെ അതെ. ഇപ്പോൾ ആദ്യമായിട്ടൊക്കെ നാടകം ചെയ്യുമ്പോൾ, ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ നാടകം ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ ഈ നാടകം ചെയ്യുമ്പോൾ സഭാകമ്പം എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടല്ലോ, അത് ഭയങ്കരമായിട്ട് ഉണ്ടാവുന്ന ഒരു കാര്യം. അപ്പോൾ അമലേട്ടൻ്റെ എങ്ങനെയായിരുന്നു ഫസ്റ്റ് ചെയ്യുന്ന? സഭാകമ്പം ഇപ്പോഴും ഉണ്ട്. തീർച്ചയായിട്ടും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോഴും ഇപ്പോഴും ഇത്രയും വർഷമായി ഇത്രയും നാടകങ്ങൾ കളിച്ച് ലോകത്ത് ഒരുപാട് സ്ഥലങ്ങളിൽ പോയി ഇപ്പോഴും നമ്മൾ നാടകം കളിക്കാൻ കയറുന്ന സമയത്ത് ചെറിയൊരു ഭയമുണ്ട്. അപ്പം ഞാൻ പല ആളുകളുമായിട്ട് തിയേറ്ററിൽ വർക്ക് ചെയ്യുന്ന നമ്മുടെ ആശാന്മാരുമായിട്ടോ അല്ലെങ്കിൽ പല ആളുകളോട് സംസാരിച്ചപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം വെച്ചാൽ ഒരു ഭയമുള്ളത് നല്ലതാണ്. നമ്മൾ ചില കാര്യങ്ങൾക്കൊരു ഭയം ഉണ്ടാകുമ്പോൾ നമ്മൾ ആ ഒരു ഭയത്തോടുകൂടി അതിനെ കാണുമ്പോൾ അത് കുറച്ചുകൂടെ വൃത്തിക്ക് നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് ആ ഭയം ഇരുന്നോട്ടെ തന്നെയാണ്. പക്ഷെ തുടങ്ങുന്നതിന് മുമ്പ് എന്താവും, എങ്ങനെയാണ് ഓഡിയൻസ് ഇത് റിസീവ് ചെയ്യുന്നത്, ഇത് കൺവേ ആവുമോ, നമുക്ക് വർക്കൗട്ട് ആവുമോ എന്നൊക്കെ ഉള്ളൊരു തുടങ്ങി കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ട്രാക്കിലേക്ക് വന്ന് പിന്നെ നമ്മൾ അതിനകത്ത് അങ്ങ് അർമാദിക്കുക ചെയ്യുന്നത്. ഇപ്പോൾ അമലേട്ടൻ തൃശ്ശൂർ സ്കൂൾ ഓഫ് ഡ്രാമയിലാണ് പഠിച്ചതല്ലേ? അപ്പോൾ ഒരു എനിക്ക് ചോദിക്കാനുള്ളത്, ആക്ടർ എന്ന രീതിയിൽ ഈ തൃശ്ശൂർ സ്കൂൾ ഓഫ് ഡ്രാമയിൽ ആ പഠനം എത്രത്തോളം സ്വാധീനിച്ചു? അയ്യോ, ഭയങ്കരമായിട്ട് സ്വാധീനിച്ചു. കാരണം ഞാൻ ഡ്രാമ സ്കൂളിൽ പോയില്ലെങ്കിൽ ഞാനിന്ന് ഇവിടെ ഇരിക്കില്ലായിരുന്നു. കാരണം ഡ്രാമ സ്കൂളിലേക്ക് പോകുന്നതിൻ്റെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്, ഈ PRD ഫെസ്റ്റിവൽ ട്രിവാൻഡ്രത്ത് ആദ്യമായിട്ട് നടക്കുന്ന സമയത്ത് ടാഗോർ തിയേറ്ററിൽ ഞാൻ സ്കൂൾ ഓഫ് ഡ്രാമയുടെ ഒരു പ്രൊഡക്ഷൻ അവിടെ കടന്നു. അഭിലാഷ് പിള്ള ഡയറക്റ്റ് ചെയ്ത് ആ മനുഷ്യൻ നീ തന്നെ. അത് പ്ലേ കണ്ട് ഞാൻ ആകെ ഞെട്ടിപ്പോയി. കാരണം നമ്മൾ അതുവരെ കണ്ട് ശീലിച്ച ഒരു നാടക കാഴ്ചയോ അതിൻ്റെ ഒരു മേക്കിങ്ങോ ഒന്നുമല്ല. ഡിഫറൻ്റ് ആയിട്ടുള്ള സാധനത്തിനകത്ത് നമ്മളൊരു ടൈറ്റാനിക്കൊക്കെ കാണുന്ന പോലെ വേറെ മൂഡായിരുന്നു. അതിൻ്റെ ഒരു മ്യൂസിക്കും പെർഫോമൻസും ആക്ടേഴ്സിൻ്റെ പെർഫോമൻസും. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം പുള്ളിയുടെ ഇൻട്രാക്ഷൻ ഉണ്ടായിരുന്നു ഓഡിയൻസിനാണ്. അപ്പോൾ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ നമ്മളെ കിളി പറഞ്ഞു. നമ്മൾ ഇതുവരെ അറിഞ്ഞതും പഠിച്ചതും ഒന്നുമല്ല നാടകം എന്നുള്ള വേറൊരു ആ ഒരു പ്ലേയും ആ ഒരു സ്പീച്ചുമാണ് എന്നെ ഭയങ്കരമായിട്ട് സ്പാർക്ക് ഒരു ഉള്ളിലുണ്ടാക്കിയത്. അങ്ങനെ ഞാൻ സ്കൂൾ ഓഫ് ഡ്രാമയെക്കുറിച്ച് കൂടുതൽ അറിയുന്നു. അപ്പോൾ അതിൽ അന്ന് ഈ അനിൽ നെടുമങ്ങാട് അതിന് ആ പ്ലേക്കകത്തൊക്കെ ഉണ്ട്. പിന്നെ എൻ്റെ അനിലിൻ്റെ തൊട്ട് താഴെയുള്ള ബാച്ചിലാണ് ഞാൻ പഠിക്കാൻ പോകുന്നത്. അങ്ങനെ ഞാൻ അനിലിനെ പരിചയപ്പെടുന്നു, സ്കൂൾ ഡ്രാമയെക്കുറിച്ച് കൂടുതൽ അറിയുന്നു. അങ്ങനെയാണ് ഞാൻ സ്കൂൾ ഓഫ് ഡ്രാമയിലേക്ക് എത്തിപ്പെടുന്നത്. അവിടെ ചെന്ന് കുറച്ച് നാടകങ്ങളൊക്കെ നമ്മൾ സീനിയേഴ്സിൻ്റെ നാടകങ്ങളും നാടകങ്ങളൊക്കെ കളിച്ചു തുടങ്ങുന്ന സമയത്താണ്
നമ്മൾ ഞാനപ്പോൾ ഞാൻ സ്കൂളിൽ ചെല്ലുന്ന സമയത്ത് ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ട് പിന്നെ പരിഷത്തിൻ്റെ കൂടെ കുറേ നാടകങ്ങൾ ബെസ്റ്റ് ആക്ടർ മേടിക്കുന്നു, കോളേജിൽ വിൻ ചെയ്യുന്നു, പിന്നെ അഭിനയ തിയേറ്റർ ഗ്രൂപ്പിൽ ചെയ്യുന്നു, നാടകയോഗത്തിൽ അങ്ങനെ ഒരു കുറച്ചൊരു എക്സ്പീരിയൻസുമായിട്ടാണ് ഞാൻ അവിടെ ചെല്ലുന്നത്. അപ്പം ഞാൻ വലിയ പത്രാസിലൊക്കെ അവിടെ ചെന്നിറങ്ങിയിട്ട് അവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയപ്പം നമുക്ക് തോന്നി ഈ പത്രാസിലൊന്നും അല്ല കാര്യം, ഈ പത്രാസിനപ്പുറത്തേക്ക് നമ്മൾ ഇതുവരെ ചെയ്തൊന്നും അല്ല എന്നുള്ളൊരു ധാരണ ഉണ്ടാക്കി. പിന്നെ അവിടുത്തെ ഒരു അന്തരീക്ഷം ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യും. അവിടുത്തെ ലൈബ്രറിയും അവിടുത്തെ സീനിയേഴ്സിൽ നിന്ന് കിട്ടുന്ന ഓരോ പാഠങ്ങളും, പിന്നെ പ്രൊഡക്ഷൻസ്, സ്കൂൾ പ്രൊഡക്ഷൻസ്, പുറത്തുനിന്നുള്ള ഡയറക്ടേഴ്സ് വരുന്ന, അതൊരു വല്ലാത്തൊരു അന്തരീക്ഷം തന്നെയായിരുന്നു. ഇപ്പോൾ അമലേട്ടൻ ഇപ്പോൾ നാടകങ്ങളിൽ ഒരുപാട് അഭിനയിച്ചിട്ടുണ്ട്, കുറേ സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ രണ്ട് അഭിനയമാണല്ലോ, ഒന്ന് ലൈവ് പെർഫോമൻസ് ആണ്, ഒന്ന് ക്യാമറക്ക് മുമ്പിലാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഏതാ? ഒബിയസ്ലി തിയേറ്റർ തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ തിയേറ്ററിൽ നമ്മൾ ലൈവാണ്, നമ്മൾ ലൈവായിട്ട് നമ്മൾ പെർഫോം ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓഡിയൻസിൻ്റെ റെസ്പോൺസ് കിട്ടും, അതിനനുസരിച്ച് നമുക്ക് ഇംപ്രവൈസ് ചെയ്യാൻ പറ്റും പലതരത്തിൽ. ഇപ്പോൾ പക്ഷേ സിനിമയിലൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ട് കേട്ടോ. പണ്ടത്തെ പോലുള്ള ഒരു ചിട്ടയായിട്ടുള്ള ഒരു റിജിഡായിട്ടുള്ളൊരു സംഭവമൊന്നുമല്ല സിനിമയിലൊക്കെ തന്നെ. ഇപ്പം ദിലീഷ് പോത്തൻ്റെയൊക്കെ ഒരുപാട് ഇൻ്റർവ്യൂസിലൊക്കെ എനിക്ക് വർക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ല, അദ്ദേഹത്തിൻ്റെ ഒരുപാട് ഇൻ്റർവ്യൂസിലൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അദ്ദേഹം ഈ ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞതാണ്, ഞാൻ പലപ്പോഴും അത് പല ഡയറക്ടേഴ്സിനോട് സംസാരിക്കാറുണ്ട്. നമ്മൾ അതായത് ഒരു സെറ്റ് ഒരുക്കുന്ന സമയത്ത് അത് ലൈറ്റപ്പ് ചെയ്യാൻ, അത് സെറ്റ് ചെയ്യാൻ, അതിൻ്റെ കോസ്റ്റ്യൂം തയ്യാറാക്കാനൊക്കെ എല്ലാത്തിനും സമയമുണ്ട്. പക്ഷേ ഇവർ ടേക്കിൽ വന്ന സമയത്ത് റെഡി ടേക്ക് എന്ന് പറയും. അപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ വളരെ സ്ലോ സ്റ്റഡി ആക്ടറാണ്. വളരെ പെട്ടെന്നൊരു ക്യാരക്ടറിലേക്ക് അങ്ങനെ ബും എന്ന് പറഞ്ഞ് കയറി പോകുന്ന ഒരാളെയല്ല. അപ്പം നമുക്കതിൻ്റെ ഒരു മൂഡും അതിൻ്റെ ഒരു ഗിവൺ ടേക്കണും ഒക്കെ വെച്ചിട്ട് അത് പക്ഷേ സ്വാഭാവികമായിട്ട് എനിക്ക് തോന്നുന്നു തിയേറ്ററിൽ ചെയ്തു വന്നതിൻ്റെ ഒരു എക്സ്പീരിയൻസിൻ്റെ ഭാഗമായിരിക്കാം. അപ്പോൾ ഇത് പലയിടത്തും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിട്ടുമുണ്ട്. അപ്പം ഞാനത് തുറന്നു പറയാറുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഇതെല്ലാം ഒരുക്കി വെച്ചിട്ട് ആക്ടേഴ്സിന് സ്പേസ് കൊടുക്കും ഇംപ്രവൈസ് ചെയ്യാനൊക്കെ ആയിട്ട്. അപ്പോൾ അതെനിക്ക് കേട്ടപ്പോൾ ഭയങ്കര രസം തോന്നി. അത് തിയേറ്റർ ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് ഭയങ്കരമായിട്ട് ഫ്ലറിഷ് ചെയ്യാൻ പറ്റുന്നൊരു ഏരിയയാണത്. അപ്പോൾ ഒരുപക്ഷെ എനിക്ക് സിറ്റ്കോമിലൊക്കെ കൂടുതൽ ഭയങ്കരമായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയത് ഈ തിയേറ്ററിൻ്റെ ഇത്തരം ഒരു ബാക്ക്ഗ്രൗണ്ട് കൂടെ ഉള്ളത് കൊണ്ടായിരിക്കാം തോന്നിയത്. അവനോട് ഇപ്പോൾ ഞാൻ ചോദിക്കാമെന്ന് ചോദിച്ചായിരുന്നു നേരത്തെ. ഇപ്പോൾ അത് പറഞ്ഞു, അതായത് ഒരു ക്യാരക്ടർ നമുക്ക് കിട്ടുന്ന സമയത്ത് ഒരു ക്യാരക്ടർക്ക് ഇന്നാവാൻ അമലേട്ടൻ ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ക്യാരക്ടർ സൈക്കോളജി ആണോ, അല്ലെങ്കിൽ ഒരു ബോഡി ലാംഗ്വേജോ ഡയലോഗോ? എല്ലാം ശ്രദ്ധിക്കണം. നമ്മൾ അതിൻ്റെ ഒരു സൈക്കോളജിക്കൽ അനാലിസിസ് നമ്മൾ നടത്തും, അതിൻ്റെ ഒരു ക്യാരക്ടർ ബോഡി ലാംഗ്വേജ്. കാരണം അവിടെ പ്രേക്ഷകർ കാണുന്ന അമൽരാജിനല്ല. അമൽരാജിനെ കണ്ടു കഴിഞ്ഞാൽ ആ നടൻ പരാജയപ്പെട്ടു എന്നാണ്. ഇപ്പം ഞാൻ ഇന്നലെ അഭിനയിച്ച നാടകവും നാളെ കാണുന്ന സിനിമയിലും അത് അമൽരാജിനെ കണ്ടു എന്ന് പറഞ്ഞാൽ അത് അമൽരാജ് എന്ന് പറഞ്ഞ നടൻ്റെ പരാജയമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. മറിച്ച് കഥാപാത്രം, അത് എനിക്ക് ഏറ്റവും കൂടുതൽ രസം തോന്നിയെന്ന് വെച്ചാൽ ഞങ്ങൾ ഈ പ്രേമലേഖനവും എന്ന് പറയുന്ന ഒരു നാടകമുണ്ട്, ഞാനും വൈഫും കൂടെ ചെയ്യുന്നൊരു നാടകമുണ്ട്. അതുപോലെ തന്നെ ശുദ്ധമത്തലം എന്ന് പറഞ്ഞൊരു നാടകമുണ്ട്, അത് ഞാനും രാജേഷ് ശർമ്മ എന്ന് പറഞ്ഞ ആക്ടറും കൂടെ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ രണ്ട് പ്ലേകളും രണ്ട് ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സ്, രണ്ട് ജോണറിൽപ്പെട്ട പ്ലേകളുമാണ്. അപ്പോൾ ഇത് നമ്മൾ ഒരേ സമയം ഒരേ ദിവസം ഒരേ സ്റ്റേജിൽ രണ്ട് പെർഫോമൻസ് ചെയ്യും. അപ്പോൾ ആദ്യത്തെ ഒരു പ്ലേ കഴിഞ്ഞിട്ടൊരു 10 മിനിറ്റ് നമ്മളൊരു ഇൻ്റർവെൽ കൊടുക്കും. ആ ഇൻ്റർവെൽ എന്ന് പറഞ്ഞത് ആ പ്ലേയെക്കുറിച്ചുള്ള ഡിസ്കഷൻ ആയിരിക്കും ഓഡിയനുമായിട്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ടാണ് അടുത്ത ക്യാരക്ടറായിട്ട് അടുത്ത പ്ലേയിൽ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് പലയിടത്തും കേൾക്കാൻ പറ്റുന്ന വെച്ചാൽ ഇത് രണ്ടും ചെയ്ത ഒരാളാണോ എന്നുള്ള ഒരു കമൻറ്റുകൾ എനിക്ക് പലയിടത്തു നിന്നും കിട്ടിയിട്ടുണ്ട്. അത് ഭയങ്കര ഒരു സപ്പോർട്ടാണ് തോന്നുന്നത്. അതൊരു ചലഞ്ചാണത്. അപ്പം അത്തരം ചലഞ്ചുകൾ ഏറ്റെടുക്കാൻ ഞാൻ ഒരു നടൻ നിലയ്ക്ക് ഭയങ്കര താല്പര്യനാണ് ഞാൻ. ഇപ്പോൾ പ്രേമലേഖനത്തിന് പറയുമ്പോൾ ഏകദേശം 2000 സ്റ്റേജുകൾ അത് കളിച്ചു കഴിഞ്ഞു അല്ലേ, നാടകം പ്ലേ ചെയ്ത്. വൈഫ് തന്നെയാണ് കൂടെ. അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ ലൈഫ് പാർട്ട്ണർ തന്നെ അഭിനയത്തിൻ്റെ പാർട്ട്ണറും കൂടെ ആകുമ്പോൾ അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? അത് കുറേയൊക്കെ എന്താ പറയുക, രസമുണ്ട് അരസമുണ്ട്. അതായത് ഒന്ന് അതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മുടെ കൂടെയുള്ള ഒരാളാണ്. നമുക്ക് എന്ത് ഓപ്പണായിട്ട് പറയാം. ഒരു പെർഫോമൻസിനെ സംബന്ധിച്ച് നമ്മളൊരു തിയേറ്റർ പെർഫോമൻസ് എന്നൊക്കെ പറയുന്നത് നമ്മൾ ഓരോ സ്റ്റേജ്, ഇപ്പോൾ തലേദിവസം കളിക്കുന്ന ഷോ ആണെങ്കിലും അല്ലെങ്കിൽ തൊട്ട് മുമ്പ് കളിച്ച ഷോ ആണെങ്കിലും ആ ഷോ കഴിഞ്ഞതിന് ശേഷം അതിനെക്കുറിച്ച് വളരെ പേഴ്സണലി ആക്ടേഴ്സ് നമ്മൾ ഷെയർ ചെയ്യും. എന്തായിരുന്നു ഇന്നത്തെ പെർഫോമൻസ്, എങ്ങനെയുണ്ട്, അവിടെ ഗിവൺ ടേക്കൺ കൊണ്ട് എവിടെ എന്തെങ്കിലും കുറവുകളുണ്ടായോ, എന്നിട്ട് നമ്മളൊരു ഡയലോഗ് റൺ ത്രൂ നടത്തും. ഇത് പറയുന്ന പോലെ പണ്ടത്തെ ആൾക്കാർ പറയുന്ന ഒരു ബെഞ്ച് റിഹേഴ്സൽ എന്നൊക്കെ പറയുന്ന പോലെ ഇത് ഡയലോഗുകൾ മൊത്തം പറഞ്ഞു നോക്കും. എന്നിട്ടാണ് നമ്മൾ അടുത്ത പെർഫോമൻസിലേക്ക് കയറുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ഓപ്പണായിട്ട് സംസാരിക്കാം. ഒരു വേറൊരു ആക്ടറിനോട് പറയുന്നതിനേക്കാൾ കുറച്ചുകൂടെ ഫ്രീ ആയിട്ട് നമുക്ക് പല കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റും. പിന്നെ നമ്മുടെ വീട്ടിൽ പോകുന്ന നമ്മുടെ ട്രാവലിനിടയിൽ ഉണ്ടാവുന്ന നമ്മുടെ ട്രാവലിനിടയിലും നമ്മുടെ വീട്ടിലെ ജോലികൾക്കിടയിലും ഒക്കെ നമുക്ക് പല ഇത്തരം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെ ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട് നമുക്ക്. പിന്നെ നമുക്കിപ്പോൾ വേറൊരു ആക്ട്രസ് ആണ് എൻ്റെ കൂടെ വരികയാണെങ്കിൽ അയാൾക്ക് വേറെ റൂം കൊടുക്കണം,
അയാൾക്ക് വേറെ നമ്മൾ വെഹിക്കിൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്, വേറെ റൂമാണ്. ഇപ്പം ഗ്രീൻ റൂം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഗ്രീൻ റൂം മതി, ഒരു വെഹിക്കിൾ മതി, ഒരു കൂപ്പ മതി, നമുക്ക് ഒരുമിച്ച് യാത്ര, പൈസ പുറത്ത് കൊടുക്കണ്ട. പിന്നെ പ്രേമലേഖനം കൂടെ ആയതുകൊണ്ട് അവർ ഉണ്ടാവും. അതെ അതെ. അപ്പം അങ്ങനെ ഭയങ്കര രസമായിട്ട് പോകുന്നുണ്ട്. ഞങ്ങളിപ്പോൾ അതിനകത്ത് ഈ എൻ്റെ രണ്ടാമത്തെ മോൻ അഗ്നേഷ്, അവനെ കൂടെ അപ്പം ഇപ്പോൾ അത് ഒരു ഫാമിലി ട്രിപ്പ് പോലെയാണ് നമ്മൾ കാണുന്നത്. കാരണം ഞാനും വൈഫും ആക്ട് ചെയ്ത് മൂത്തയാൾ അതിൻ്റെ ലൈറ്റും മറ്റു കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, ടെക്നിക്കൽ വർക്ക് ചെയ്യും. രണ്ടാമത്തവൻ അതിനകത്ത് ഒരു ടൈലന്റ് പോലെ അയാളെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഫാമിലി ട്രിപ്പ് പോകും. പുള്ളിക്കാർ അഭിനയത്തിൽ എന്തെങ്കിലും വിമർശിക്കുന്ന കാര്യമുണ്ടോ? വൈഫോ വിമർശിക്കാറുണ്ട്. അത് പിള്ളേരൊക്കെ നിന്ന് ഓപ്പണായിട്ട് തന്നെ പറയും. അതെ അതെ, അതൊക്കെ പറയാറുണ്ട്. അത് അങ്ങോട്ടും ചൂട്ടും വളരെ അതിനെ നമ്മൾ വളരെ ഹെൽത്തി ആയിട്ടാണ് എടുക്കുന്നത്. കാരണം അത്തരം വിമർശനങ്ങൾ ഉണ്ടാകുമ്പോഴാണല്ലോ ഒരു ആർട്ടിസ്റ്റ് ഒരു ഫോമിലേക്ക് വളർത്തപ്പെടുന്നത്. വിമർശനങ്ങളെ പോസിറ്റീവായിട്ട്, അതിപ്പോൾ നമ്മളെപ്പറ്റി നമ്മൾ ഈ പ്ലേ കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ നാടകങ്ങൾ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള വളരെ പോക്കറ്റ് പ്ലേസ് എന്ന് പറയും. 1 മണിക്കൂർ എൻ്റർടൈൻ ചെയ്യിപ്പിക്കുന്ന ഒരു 2-3 നാടകങ്ങൾ ഞങ്ങൾ കളിക്കുന്നുണ്ട്. ഇത് ഈ പ്രേമലേഖനം ഞാനും വൈഫും കൂടെ ചെയ്യുന്ന, പിന്നെ ശുദ്ധമത്തളുണ്ട് രാജേഷ് ശർമ്മ, പിന്നെ അതുപോലെ തന്നെ ജോസുമായിട്ട് ചെയ്യുന്ന തോമാക്കറിയ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇത് 3ഉം എൻ്റർടൈൻമെൻറ്റുമാണ്. അതേസമയം ആൾക്കാർക്ക് അതിൻ്റെ തിയേറ്ററിൻ്റെ ഒരു സാധ്യതകളും ഏറ്റവും രസകരമായിട്ട് ചെയ്യാൻ പറ്റുന്ന, വളരെ രസകരമായിട്ട് പോകുന്ന 1 hour ഡ്യൂറേഷനുള്ള എൻ്റർടൈൻമെൻറ്റ് പ്ലേസ് ആണ്. അപ്പോൾ ഈ പ്ലേകൾ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇൻട്രാക്ഷൻ വെക്കാറുണ്ട്. നോർമലി പലരും അങ്ങനെ ചെയ്യാറില്ല. അപ്പം ഞാനിത് ബോധപൂർവ്വം വെക്കുന്നത് വെച്ചാൽ പല കാര്യങ്ങളും അതിനകത്ത് നമുക്ക് റിസീവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒന്ന്, നമ്മുടെ ഒരു പ്രൊഡക്ഷൻ എങ്ങനെയാണ് ഓഡിയൻസ് റിസീവ് ചെയ്യുന്നത്, അവർക്ക് അതിനകത്തുനിന്ന് എന്ത് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ഇതൊരു അവയർനെസ് പ്രോഗ്രാം കൂടെയാണ് അല്ലേ. കല എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപോകുന്നതിനപ്പുറത്തേക്ക് അവരെ വേറെ തരത്തിൽ ചിന്തിപ്പിക്കുകയും അവരെ വേറെ തരത്തിൽ ജെന്യുവൻ ചെയ്യിപ്പിക്കുകയും ചെയ്യുമ്പോഴാണ് ആർട്ടിന് അതിന് പൂർണ്ണമായിട്ടൊരു അർത്ഥം ഉണ്ടാകുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അപ്പം നമ്മൾ വെറുതെ കണ്ട്, ഞാനത് ആദ്യമേ അനൗൺസ് ചെയ്തു, നിങ്ങൾ വെറുതെ കണ്ട് കൈയടിച്ച് പോകാതെ ഈ നാടകത്തെക്കുറിച്ച് നിങ്ങൾക്ക് തോന്നിയ കാര്യങ്ങൾ, അതർ ഇറ്റ് ഈസ് പോസിറ്റീവ് ഓർ നെഗറ്റീവ്, നിങ്ങൾക്കൊന്നും പറയാം. നിങ്ങൾക്ക് നിങ്ങളുടെ വിമർശനങ്ങളെ കേൾക്കാനാണ് ഞങ്ങൾ ഇരിക്കുന്നത്. അത് അവർ പറയുന്നത് തെറ്റാണെങ്കിൽ 100% ഞങ്ങൾ ശരി, എൻ്റെ ഭാഗത്ത് നിന്ന് ആ തെറ്റുണ്ടായിട്ടുണ്ട്, നമ്മളത് പരിഹരിക്കും. അല്ലെങ്കിൽ ആ തെറ്റെങ്ങനെ നമുക്ക് അതല്ലെങ്കിൽ ചിലപ്പോൾ അവരുടെ തെറ്റായ ധാരണയായിരിക്കും. അപ്പോൾ അത് നമ്മൾ ഓപ്പൺ ഡിസ്കഷൻസിലൂടെ നടത്താറുണ്ട്. അപ്പോൾ അതുകൊണ്ട് വിമർശനങ്ങളൊക്കെ വളരെ പോസിറ്റീവായിട്ടാണ് സ്വീകരിക്കുന്നത്. അതെ അല്ലേ. ഇപ്പോൾ ഒരു സിനിമയിലേക്ക്, ഒരു സിനിമാ നടനെ ഒരു തിയേറ്ററിൻ്റെ ബേസ് ഉള്ളത് എത്രത്തോളം ഹെൽപ്ഫുള്ളാണ്? ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. അത് ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാൻ പറ്റും. കാരണം തിയേറ്ററിൽ നിന്ന് വരുന്ന ഒരാൾ സിനിമയിലേക്ക് നമ്മളെ ഇപ്പോൾ മലയാള സിനിമയെ ശ്രദ്ധിച്ചാൽ തന്നെ ഒരുപാട്, ഇപ്പം മുരളിച്ചേട്ടനായാലും വേണുചേട്ടനായാലും അങ്ങനെ ഗോപിച്ചേട്ടനായാലും അങ്ങനെ ഒരുപാട് ആക്ടേഴ്സൊക്കെ പ്രൂവൺ ചെയ്തിട്ടുണ്ടത് തിയേറ്ററിൽ. കാരണം ആ തിയേറ്ററിൽ കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് ഉള്ളത് ഭയങ്കര മീറ്റർ ഡിഫറൻസ് ഉണ്ടല്ലോ രണ്ടിന്റെ. ഉണ്ട്. അപ്പൊ അതങ്ങനെ ഇപ്പോൾ കുറെ ഡ്രാമ ചെയ്തിട്ട് വന്ന ആള് പെട്ടെന്ന് സിനിമയിൽ, അതെന്താ വെച്ചാൽ ഈ ആക്ടിങ്ങിൽ ഇതിന്റെ മൈന്യൂട്ടായിട്ട് ചില വ്യത്യാസങ്ങളുണ്ട്. അപ്പൊ തിയേറ്ററിന്റെ ആക്ടിങ് എന്ന് പറഞ്ഞത് നമ്മൾ കുറച്ചുകൂടെ ലൗഡ് ആവണം. നമ്മുടെ എക്സ്പ്രഷൻസ് ആയാലും നമ്മുടെ ആക്ടിവിറ്റീസ് ആയാലും. കാരണം നമ്മളെ ഈ ഫ്രണ്ടിലിരിക്കുന്ന ഒരു ഓഡിയനെയും ഏറ്റവും പുറകിലിരിക്കുന്ന ഓഡിയനെയും കൃത്യമായിട്ട് ഏറ്റവും പ്രധാനമായിട്ട് അവരുടെ ഡയലോഗ് കേൾക്കണം. അപ്പം നമ്മൾ കുറച്ച് ലൗഡായിട്ട് പറയും, കുറച്ചുകൂടെ വലിയ ആക്ഷൻസ് നമ്മൾ എടുക്കേണ്ടി വരും. അപ്പം കുറച്ചൊരു നമ്മുടെ പെർഫോമൻസിൽ കുറച്ചൊരു ലൗഡ് അത് ഡിമാൻഡ് ചെയ്യപ്പെടുന്നുണ്ട് മിക്ക പ്ലേകളിലൊക്കെ. അത് ചില പ്ലേകൾക്ക് മാത്രമായിരിക്കും, ചില ക്യാരക്ടേഴ്സിന് മാത്രമായിരിക്കും അത്തരം ആവശ്യകത ഇല്ലാതെ വരുന്നത്. ഒബിയസ്ലി ടോട്ടലി നമുക്ക് ആ ഒരു സാധനം ഉണ്ടെങ്കിൽ മാത്രമേ അത് വർക്കൗട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം തിയേറ്റർ പെർഫോം ചെയ്യുന്ന ഒരാളിനെ സംബന്ധിച്ച് കുറച്ചൊരു ഇമോഷണൽ ആയാലും എന്തായാലും ഡയലോഗ് പറയുന്നതായാലും കുറച്ചുകൂടെ ഒരു ഓവർ എന്ന് തോന്നിപ്പോവും. പക്ഷേ നമ്മളിപ്പം സിനിമയിലേക്ക് വരുമ്പോൾ, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ റീസെൻറ്റ് സിനിമകളിലൊക്കെ ഭയങ്കര രസകരമായിട്ടെന്ന് വെച്ചാൽ ഏറ്റവും നാച്ചുറലിസ്റ്റിക് ആയിട്ട് നമുക്ക് സാധാരണ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും. ഇപ്പം നമ്മുടെ വളരെ സൂക്ഷ്മമായ ഭാവങ്ങൾ പോലും ഉൾക്കൊള്ളുന്ന ലെൻസുകൾ, ടെക്നോളജി അത്രത്തോളം വളർന്നു കഴിഞ്ഞു. അപ്പം നമ്മൾ ചില സമയത്ത് നമ്മൾ വെറുതെ ഇങ്ങനെ ഇരുന്നാൽ മതിയാകും. അപ്പം ഇത് എന്താണ് വ്യത്യാസം എന്ന് ഒരു ആക്ടർ ബേസിക്കലി അറിഞ്ഞിരിക്കണം. ചില ഡയറക്ടേഴ്സ് അത് കൃത്യമായിട്ട് ശ്രദ്ധിച്ചുകൊണ്ട് അത് അത്രയും വേണ്ട, അത് ഇത്രയും മതി, അല്ലെങ്കിൽ അത് കുറച്ചുകൂടെ ആവാം എന്നൊക്കെ പറയും. ഇത് മെജോറിറ്റി ആൾക്കാർ അത് ശ്രദ്ധിക്കാറില്ല, അല്ലെങ്കിൽ അവർക്ക് അറിയില്ലായിരിക്കാം മേ ബി. പക്ഷെ ചില ആൾക്കാർ വളരെ കൃത്യം പറയുന്നുണ്ട്, ചേട്ടാ അത് അത്ര വേണ്ട, അത് ഇത്രയും മതി, അങ്ങനെ പറഞ്ഞ് ശ്രദ്ധിക്കുന്ന വർക്കുകളൊക്കെ ഭയങ്കര രസകരമായിട്ട് മാറുന്നുണ്ട്. ചില ആക്ടേഴ്സ് ഭയങ്കര കൃത്യമായിട്ട് ചെയ്യും. ഇപ്പം തിലകൻ എന്ന് പറയുന്ന നടനെ പറ്റി പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരുപാട് പെർഫോമൻസിനെ കുറിച്ച് പറയും. പക്ഷെ അദ്ദേഹം തിയേറ്റർ തന്നെയാണ് അവിടെയും കാണിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഓരോ ലുക്കും ഡയലോഗ് റെൻഡറിങ് വെക്കാൻ ഒരു റിതമുണ്ട്. പക്ഷെ അതിന് അദ്ദേഹത്തിൻ്റെ ബ്രില്യൻസ് ഉപയോഗിച്ച് അത് ഭയങ്കരമായിട്ട് ബ്ലെൻഡ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുന്ന ഈ നിമിഷം എന്നൊക്കെ പറയുന്ന സാധനം അത് തിയേറ്ററിൽ നമ്മൾ കൊമേഴ്സ്യൽ തിയേറ്ററിലൊക്കെ കൃത്യമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഡയലോഗിൻ്റെ ഒരു ബോഡി ലാംഗ്വേജ് ആണത്. പക്ഷെ അദ്ദേഹം ഫിലിമിലും അത് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതിനെ ആ ആക്ടിങ്ങിൻ്റെ എലമെൻറ്റിനെ അദ്ദേഹം
മറ്റൊരാൾക്ക് അങ്ങനെ പെട്ടെന്ന് പിടികിട്ടാത്ത തരത്തിൽ, അല്ലെങ്കിൽ അതൊരു മോശമാണെന്ന് തോന്നിക്കാത്ത തരത്തിൽ അതിനെ ബ്ലെൻഡ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അതാണ് അദ്ദേഹത്തിന്റെ ബ്രില്യൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ബ്രില്യൻസ് നമ്മൾ തിരിച്ചറിയുക, അത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇത് പല ആളുകൾക്ക് കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ചിലപ്പോൾ തിയേറ്ററിൽ നിന്ന് വരുന്ന, അല്ലെങ്കിൽ മറ്റ് ആർട്ട് ഫോമിൽ നിന്ന് വരുന്ന, ഇപ്പൊ ഡാൻസിൽ നിന്നൊക്കെ ആയാലും കഥകളിയിൽ നിന്നൊക്കെ വരുന്ന ഒക്കെ ഒരുപാട് ആൾക്കാർ സിനിമയിലൊക്കെ വരുന്നുണ്ട്. അവർക്ക് പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ അറിയാതെ ഡാൻസിന്റെ ഒരു മുദ്ര വന്നു പോകും, അല്ലെങ്കിൽ കഥകളിയുടെ ഒരു ഭാവം വന്നു പോകും. ഇത് മനസ്സിലാക്കുക, തിരിച്ചറിയുക എന്നുള്ളതാണ്. ഷോട്ടുകൾ ചെയ്യുന്ന സമയത്തും വളരെ എക്സ്ട്രീം ക്ലോസ് ആയിട്ടുള്ള ഒരു ഷോട്ടിനകത്ത് ഞാൻ ഇപ്പം ഋഷിയോട് റൈസ് ചെയ്യുന്ന സമയത്ത് വളരെ എൻ്റെ സട്ടിൽ ഇമോഷൻസ് ഞാൻ കീപ്പ് ചെയ്താൽ മതി. അതൊരു ലോങ് ഷോട്ടൊക്കെ ആണെങ്കിൽ ഞാൻ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ എടുത്ത് കാണിക്കേണ്ടി, കാരണം വളരെ ലോങ് ഷോട്ടാണ്. എക്സ്ട്രീം ലോങ് ഷോട്ട് ആകുമ്പോൾ കുറച്ചുകൂടെ നമ്മൾ ഈ ഒരു കൈ ഉപയോഗിക്കേണ്ടി വരുമായിരിക്കും. അപ്പൊ ഇതിന്റെ ഒരു ടെക്നിക്കൽ എന്താണെന്ന് കൃത്യം ധാരണ ആക്ടറിനുണ്ടാവണം. ഇപ്പൊ ഡയറക്ടർ പറഞ്ഞു തരും, അതിന്റെ ഒരു ടെക്നിക്കൽ ക്യാമറമാനൊക്കെ പറയുമെങ്കിലും ആക്ടറിനെ അറിയാമെങ്കിൽ അത് ഭയങ്കരമായിട്ട് അയാളുടെ പെർഫോമൻസിനെ സപ്പോർട്ട് ചെയ്യും. അപ്പൊ തിയേറ്ററിൽ വർക്ക് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് ഇത്തരത്തിൽ ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട് അയാൾ. കാരണം ഈ സിനിമ ചെയ്യുന്നത് പോലെ ഒറ്റ ദിവസം കൊണ്ട് തീർക്കുന്ന ഒരു പ്രോസസ്സല്ല. അത് ഒരുപാട് ദിവസം റിഹേഴ്സൽ എടുത്ത് പറഞ്ഞ് കോആക്ടേഴ്സിനെ വർക്ക് ചെയ്യിപ്പിച്ച് മ്യൂസിക് ചെയ്യിപ്പിച്ച്, സിനിമയിൽ നമ്മൾ പെർഫോം ചെയ്യുമ്പോൾ അവിടെ എന്ത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എന്ന് നമുക്കറിയില്ല. ചിലപ്പോൾ ബാക്ക്ഡ്രോപ്പ് പോലും അറിയത്തില്ലായിരിക്കും, CG ഒക്കെ ആണല്ലോ. അപ്പോൾ പക്ഷെ തിയേറ്ററിൽ നമ്മൾ ആ കോസ്റ്റ്യൂമും മേക്കപ്പും പ്രോപ്പർട്ടീസും മ്യൂസിക്കും ലൈറ്റും ഒക്കെ ഇട്ട് ചെയ്യുമ്പോൾ നമുക്ക് കൃത്യം ധാരണ ഉണ്ട്, അതനുസരിച്ച് നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റും. ഈ ചക്കപ്പഴത്തിലെ കുഞ്ഞുണ്ണി എന്ന് പറയുന്ന കഥാപാത്രം എല്ലാവർക്കും അറിയാം, അത് അത്രയും ഒരു പ്രേക്ഷക പ്രീതി നേടിയ ഒരു കഥാപാത്രമാണ്. അപ്പോൾ അത് അത്രയും പ്രേക്ഷക പ്രീതി നേടുന്നൊക്കെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു? അയ്യോ, ഒട്ടും പ്രതീക്ഷിച്ചില്ല. അത് വളരെ ആക്സിഡന്റിൽ വന്ന് വീണൊരു എന്നെ സംബന്ധിച്ച് ഭയങ്കര ലക്കാണ് ആ ക്യാരക്ടർ. കാരണം കോവിഡ് സമയത്താണ് ആ പ്രോജക്റ്റ് ഓൺ ആവുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ അത് ഞാൻ അതിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ കൊടുക്കുന്നത് ഉണ്ണിസാറിനാണ്. അതിൻ്റെ ഡയറക്ടർ R ഉണ്ണികൃഷ്ണൻ സാറ്. അദ്ദേഹം ഇതുപോലെ തിയേറ്ററിൽ നിന്നൊക്കെ വന്ന ഒരാളാണ്, എനിക്ക് പേഴ്സണലി അറിയാവുന്ന ഒരാളും കൂടെയാണ്. അപ്പോൾ പുള്ളി ഞാൻ പെർഫോം ചെയ്യുന്ന സമയത്ത് പുള്ളി അതല്ല അത് വേണ്ട, അത് മാറ്റ്, ആ ഡയലോഗ് മാറ്റ്, വേറെന്ത് പറയാം. അപ്പോൾ ശരിക്കും അതൊരു വല്ലാത്തൊരു കളരി തന്നെയായിരുന്നു. ഉണ്ണികൃഷ്ണൻ സാറിൻ്റെ ഒരു വർക്ക് എന്നുള്ളൊരു കളരി തന്നെയാണ്. അവിടെ നമ്മളെ മാക്സിമം ചവിട്ടി കുഴച്ചെടുത്ത് പുള്ളി പരുവപ്പെടുത്തി പുള്ളിക്ക് പറ്റുന്ന ഒരു ഇതിൽ. അപ്പോൾ നമ്മൾ എന്ത് സ്ക്രിപ്റ്റ് വിട്ടിട്ട് വായിച്ചല്ലോ പഠിച്ചല്ലോ, അതിനെ അത് വിട്, നീ പറ, നമ്മളെ ഇങ്ങനെ ഇംപ്രവൈസ് ചെയ്യിപ്പിച്ച് നമ്മളൊരു 10-16 സാധനങ്ങൾ നമ്മൾ കൊടുക്കണം. അപ്പം നമുക്ക് തന്നെ അന്വേഷിക്കും, അപ്പം ഇനി എന്താണ് വേറെന്താ കൊടുക്കേണ്ടത്, വേറെന്താ ചെയ്യേണ്ടത്, വേറെന്താ. അപ്പം നമ്മളിൽ ഒരു നമ്മുടെ സെൽഫായിട്ടുള്ള ഒരു വളർച്ച അതിനകത്ത് ഉണ്ടാക്കുക. എനിക്ക് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തൊരു വർക്കാണ്. എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് തന്നതും ഈ പറയുന്ന പോലെ ഒരുപാട് പോപ്പുലാരിറ്റി ഉണ്ടാക്കി തന്നതും ചക്കപ്പഴം തന്നെയാണ്. ഈ തമാശകളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് സ്ക്രിപ്റ്റിൽ ഓൾറെഡി എഴുതിയിട്ടുണ്ടാവോ നിങ്ങൾ? സ്ക്രിപ്റ്റിൽ അതിൻ്റെ ഒരു കണ്ടന്റ് ഉണ്ട്, സ്ക്രിപ്റ്റ് ഡയലോഗും അതിൻ്റെ ഒരു കണ്ടന്റും ഉണ്ട്. അത് പക്ഷെ നമ്മളിരുന്ന് വായിച്ചതിന് ശേഷം നമ്മൾ ചില മറ്റേ സാധനം കൂടെ ഒന്ന് പറഞ്ഞാലെന്ന് ചില സജഷൻസ് ഒക്കെ ഉണ്ടാവും. പക്ഷെ ചിലപ്പോൾ ടേക്കിൽ ഇതൊന്നും ഉണ്ടാവില്ല, ചിലപ്പോൾ ടേക്കിൽ ഇതിനേക്കാൾ അപ്പുറം എന്ത് സംഭവിക്കും. അപ്പൊ അത് ശരിക്കും എന്ന് പറഞ്ഞാൽ ഒരു യുദ്ധത്തിന് നമ്മൾ തിയേറ്ററിലൊക്കെ പെർഫോം ചെയ്താൽ ഒരു യുദ്ധത്തിന് ഇറങ്ങുന്നതാണ്. അപ്പോൾ 3 ക്യാമറ ഓൺ ചെയ്താൽ ശരി പെർഫോം ചെയ്തോ. അപ്പം നമ്മൾ ചിലപ്പം റിഹേഴ്സലിൽ പറയുന്നതിനേക്കാൾ ചിലപ്പോൾ പെർഫോം ചെയ്ത് അങ്ങോട്ട് പോകുന്ന സമയത്ത് അവിടെ കട്ടില്ല. ഉണ്ണിച്ചേട്ടൻ ചെയ്യുന്ന സമയത്ത് ഒറ്റ സീൻ ഒറ്റ ടേക്കാണ്. നമ്മളിടയ്ക്ക് അതൊന്നിന് കട്ട് വിളിക്കുന്നത്, കാരണം പുള്ളി നമ്മളെ വേറെ തരത്തിൽ നമ്മളെ മോൾഡ് ചെയ്യുന്നതാണത്. അപ്പം അത് 3 ക്യാമറ നമ്മളിപ്പോൾ അങ്ങോട്ട് തിരിഞ്ഞ ക്യാമറാമാൻ വേണമെങ്കിൽ അവിടെ ഒന്ന് എടുത്തോണം. അത് നിനക്ക് വേണ്ടിയിട്ട് ക്യാമറ അവിടെ വെച്ച് അയാൾ വന്ന് പെർഫോം ചെയ്യുക. അതാണ് പുള്ളി പറയുന്നൊരു പോളിസി. ആക്ടറിന് ഭയങ്കരമായിട്ടുള്ള ഫ്രീഡം സ്പേസ് ഉണ്ട്. സിറ്റ്കോമിൽ അങ്ങനെ സ്പേസ് ഉണ്ട്. അതാണ് സിറ്റ്കോമിന്റെ ഏറ്റവും വലിയൊരു ഗുണമെന്ന് പറയുന്നത്. ലൈവാണത്. അതുകൊണ്ടാണത് ഭയങ്കര ലൈവായിട്ട് ആൾക്കാർ ഇഷ്ടപ്പെടാൻ കാരണം. മറ്റ് സീരിയലിൽ ഉണ്ടാവുന്ന ഒരു ആർട്ടിഫിഷ്യൽ മേക്കിംഗ് ഉണ്ടല്ലോ, അത് ഇതിനകത്ത് തോന്നാത്തതിന്റെ കാരണം ആ ലൈവ്നെസ് ആണ്. എന്തും പറയാം, എന്തും വീഴ്ചകളോ അപകടങ്ങളോ. ഇപ്പം ചിലപ്പം ഒരു ബക്കറ്റ് വെള്ളം എടുത്തുകൊണ്ട് സ്റ്റെപ്പിൽ കയറുന്ന സമയത്ത് തന്നെ വീണുപോയി, സ്വാഭാവികം സംഭവിക്കില്ല, നമ്മൾ വീടില്ല. അപ്പൊ അദ്ദേഹം ഒരു കട്ടുമില്ല, അവിടെ നിന്ന് ആരെങ്കിലും ചാടി എണീറ്റപ്പോൾ അവിടെ പിടിച്ചിരുന്നു. ആ സമയത്ത് അയാൾ ആക്ടർ എങ്ങനെ ത്രൂ ഔട്ട് അങ്ങനെ പോകുന്ന സമയത്ത് ഇപ്പൊ കോമഡി ചെയ്യുമ്പോൾ നമുക്ക് ടൈമിങ് പ്രധാനമാണല്ലോ, എന്നാൽ മാത്രമല്ല കോമഡി വർക്കാവുള്ളൂ. അപ്പോൾ ഈ ഒരു സീനൊക്കെ ക്യാമറ ഓൺ ചെയ്തിട്ട് നിങ്ങളോട് പെർഫോം ചെയ്യാൻ പറയുമ്പോൾ അപ്പോൾ ടൈമിങ്ങിൽ എന്തെങ്കിലുമൊക്കെ വ്യത്യാസം വന്ന് പാളിപ്പോയി കഴിഞ്ഞാൽ അപ്പോൾ എന്ത് ചെയ്യും? അല്ല, അത് എന്ന് വെച്ചാൽ അത് പുള്ളിക്കറിയാം, പുള്ളിക്കൊരു ധാരണ ഉണ്ടല്ലോ കൃത്യം. നമുക്ക് ഇത്ര 19 മിനിറ്റ് അല്ലെങ്കിൽ 21 മിനിറ്റാണ് വേണ്ടത്. അപ്പം ചില സീനിൽ ലെങ്ത് കൂടുകയാണെങ്കിൽ അതിൽ പുള്ളി റഫ് കട്ട് ചെയ്ത് എഡിറ്റിംഗ് ചെയ്ത് സാധനം പുള്ളി കാണുന്ന സമയത്ത് പുള്ളി പറയും അതിനകത്ത് ആദ്യത്തെ 2 ഡയലോഗിന്റെ പോർഷൻ കട്ട് ചെയ്തുകളാ, ഇങ്ങനെ കട്ട് ചെയ്ത് പറയാം. അപ്പം അതിന് പുള്ളിക്ക് അദ്ദേഹത്തിന് ഇതിന്റെ കൃത്യ ധാരണ ഉള്ളതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ പറ്റുന്നത്. സമയം ചിലപ്പോൾ കൂടും. ഞാനിപ്പം 1.5 മിനിറ്റ് വരുന്ന ഒരു സീൻ ചിലപ്പോൾ പെർഫോം ചെയ്തിരുമ്പോൾ 2-2.5-3 മിനിറ്റൊക്കെ പോവാം. അപ്പം അതിനകത്ത് നിന്ന് ഏറ്റവും ക്രീമായിട്ടുള്ള സാധനം മാത്രമേ എടുക്കൂ. അതുപോലെ സീൻ കഴിഞ്ഞാൽ അത് ഉണ്ണിച്ചേട്ടൻ ചെയ്യുന്ന സമയത്താൽ
ഡയലോഗ് സീൻ കഴിഞ്ഞ് അയാൾ പോകുന്നു, കുഞ്ഞുണ്ണി ഇത് പറഞ്ഞിട്ട് ടാറ്റ പറഞ്ഞ് പോകുന്നു, കട്ട് പറയില്ല. പുള്ളി ക്യാമറ ഓൺ ചെയ്യിക്കും. അപ്പോൾ ക്യാമറമാനൊക്കെ തിരിച്ച് പൊട്ടുപൊട്ടെ എന്ന് പറയും. പിന്നെ അതിനുശേഷം എനിക്ക് വേണമെങ്കിൽ പോയിട്ട് തിരിച്ചു വരാം, അല്ലെങ്കിൽ ഇവിടുന്ന് വേറൊരു ആക്ടറിന് അങ്ങോട്ട് വരാം, തിരിച്ച് വേറെ ഇതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തൊരു സാധനം എടുത്തുകൊണ്ട് ഓടിയിഞ്ഞ് വരാം, ഇവിടെ ഒന്ന് വേറൊരു ഷോ കാണിക്കും, എന്തും ചെയ്യാം. അപ്പൊ ആക്ടേഴ്സിന് ശരിക്കും പെർഫോം ചെയ്യാൻ പറ്റും. നമ്മളെ പറഞ്ഞു കഴിഞ്ഞാൽ പൂന്തി വിളയാടാൻ പറ്റുന്ന ഒരു സ്പേസ് ആയിരുന്നു. തിയേറ്റർ വർക്ക്ഷോപ്പ് പോലെയും കൂടെ. പിന്നെ ആക്ടിംഗ് വർക്ക്ഷോപ്പ് പോലെ. കാരണം പുള്ളി അത് ആക്ടേഴ്സിനെ മോൾഡ് ചെയ്യുന്നതിൽ ഞാൻ കണ്ടിട്ടുള്ളതിൽ ഭയങ്കര രസകരമായിട്ട് ചെയ്യുന്ന ഒരു ഡയറക്ടറാണ് ഉണ്ണിച്ചേട്ടൻ. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ ലാലേട്ടൻ ഇപ്പോൾ കഴിഞ്ഞൊരു തുടക്കത്തിൻ്റെ ട്രെയിലർ ലോഞ്ചിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പണ്ട് കാലത്ത് ഇതേപോലത്തെ കുറേ ഡയറക്ടേഴ്സ്, നമുക്കുള്ള ഒരു അനുഗ്രഹമായിട്ട് വന്ന കുറേ ഡയറക്ടേഴ്സ്, തിരക്കഥാകൃത്തുകൾ, അഭിനയത്തെ അത്രയും സീരിയസ് ആയിട്ട് കാണുന്ന കുറേ ആൾക്കാരുണ്ടായിരുന്നു, അവരുടെയൊക്കെ ശിക്ഷണം നമുക്ക് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇന്നത്തെ കാലത്ത് ആ ലെവലിലുള്ള ഡയറക്ടേഴ്സ് ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? അല്ല, എന്താ വെച്ചാലേ പണ്ടുള്ള ഈവൻ പ്രൊഡ്യൂസേഴ്സ് പോലും, അവരാണ് കാശ് മുടക്കുന്നത്, പ്രൊഡ്യൂസേഴ്സ് പോലും സബ്ജക്റ്റിനെ കുറിച്ചും സിനിമയെക്കുറിച്ചും അതിൻ്റെ സാങ്കേതികത്തെക്കുറിച്ചും കൃത്യമായിട്ട് ധാരണയുള്ള ആളുകളാണ്. അന്ന് ഒരുപാട് സാഹിത്യകൃതികൾ, നോവലുകളും കഥകളും കവിതകളും ഒക്കെ സിനിമയായിട്ട് വന്നിരുന്നു. അപ്പോൾ ഈ സിനിമ പ്രൊഡ്യൂസറാണ് ആദ്യം വയ്ക്കുന്നത്, ഇദ്ദേഹത്തിൻ്റെ കേശവദേവൻ്റെ ഈ കഥ നമുക്കൊന്ന് എടുത്താലോ, നിങ്ങൾ ആ സിനിമയുമായിട്ട് ബന്ധപ്പെട്ട് ഇതിനൊന്ന് കണക്ട് ചെയ്ത് വായിച്ചു നോക്കൂ എന്ന് ഡയറക്ടറോട് സജസ്റ്റ് ചെയ്യുന്നത് പ്രൊഡ്യൂസർമാരാണ്. ഇന്നതില്ല. ഇന്ന് പലതരത്തിലുള്ള സംഭവങ്ങളാണ്. കാരണം മണി മേക്കിംഗ് മാത്രമായി കഴിഞ്ഞു. പിന്നെ വേറെ തരത്തിലുള്ള, കാരണം അപ്പം ഇന്ന് സിനിമയിൽ വർക്ക് ചെയ്യുന്ന എത്ര ആളുകൾക്ക് ഇതിനെക്കുറിച്ച് ധാരണ ഉണ്ടെന്ന് നമ്മൾ വിശദമായിട്ട് അന്വേഷിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പം അങ്ങനെ ധാരണയുള്ള സിനിമയുടെ ആക്ടിങ്ങിനെ കുറിച്ചും ഡയറക്ഷനെ കുറിച്ചും അതിൻ്റെ സ്ക്രിപ്റ്റിനെ കുറിച്ചും ഒക്കെ ധാരണയുള്ള യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ഡയറക്ടേഴ്സിൻ്റെ പടം ഇവിടെ ഭയങ്കര സക്സസ്ഫുള്ളി പോയിട്ടുണ്ട്. ഈ ട്രെൻഡുകൾക്ക് അപ്പുറത്ത് വിരുദ്ധമായിട്ട് നിന്ന് വിജയിച്ച് പോയിട്ടുണ്ട്. ഇപ്പം ട്രെൻഡുകൾ എന്നൊക്കെ പറഞ്ഞത് അത് ഈ പറഞ്ഞ പോലെ ഈ എന്താ പറയുക, ഒരു നൈമിഷികമാണ്. ഒരു പടം ഒരു കഥ വെച്ചിട്ട് ട്രെൻഡ് ഇറങ്ങി അടുത്ത അതേപോലെ എടുക്കുന്നത് ഭയങ്കര മണ്ടത്തരമാണ്. ആ ട്രെൻഡുകൾ നിൽക്കുന്നതിന് അതേ സമയത്ത് തന്നെ അതിനപ്പുറത്ത് ഗംഭീരമായിട്ടുള്ള സിനിമ ഇപ്പുറത്ത് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പം അതിന് ധാരണ ഉണ്ടാവണം. സിനിമയെക്കുറിച്ചും അതിൻ്റെ സാങ്കേതിക വശങ്ങളെക്കുറിച്ചും അഭിനയത്തിനെക്കുറിച്ചും അതിൻ്റെ കൃതിയെക്കുറിച്ചും ഒക്കെ അറിയുന്ന ഒരാളുകൾ ചെയ്യുന്ന സിനിമകൾ എൻ്റെ ഡിഫറൻറ്റുമാണ്. അല്ല, ഇതിപ്പോൾ സിനിമ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പുതിയ നിയമസഭ ബില്ല് ഒരു ഇൻഡസ്ട്രി ബിസിനസ് ആണെന്നാണല്ലോ, സിനിമ ഒരു ബിസിനസ് ആണെന്നാണല്ലോ. അപ്പോൾ ഈ ആർട്ട് എന്ന് പറയുന്ന അവിടെ ഒരു മൂല്യം കുറഞ്ഞതായിട്ട് തോന്നുന്നുണ്ടോ? എന്താ? അല്ല, അത് ആവശ്യമാണ് ഋഷി. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിനെ സംബന്ധിച്ച് നമ്മുടെ ഒരു സ്പേസ് എന്നൊക്കെ പറഞ്ഞാൽ വളരെ ചെറുതാണ്. ഇപ്പോൾ തമിഴ്നാടിൻ്റെ ഒരു സിനിമ എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യൻ സിനിമ എന്നൊക്കെ പറയുന്നത് വളരെ വാസ്റ്റായിട്ട് അവർക്കൊരു വേൾഡ് വൈഡ് ആയിട്ടുള്ള ഒരു പിന്നെ എന്താ റിലീസിങ് സെൻറ്ററുകളും അത്തരം സ്പേസുകളും. നമ്മളെ സംബന്ധിച്ച് നമുക്ക് എത്ര ആളുകളുണ്ട് മലയാള സിനിമ കാണുന്നവർ, അല്ലെങ്കിൽ സിനിമയുടെ ഭൂമിക എന്ന് പറയുന്നത് എത്രയും ചെറുതാണ്. അപ്പം അതിനെ നിലനിർത്തിക്കൊണ്ട് പോകേണ്ടത്, കാരണം അതുകൊണ്ട് ഒരുപാട് വരുമാനം ഉണ്ടാവുന്നുള്ളൂ. ഗവൺമെൻറ്റിനായാലും ഒക്കെ ഒരുപാട് വരുമാനം, അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരുപാട് ആളുകൾക്ക് ഒരു ലൈവ്ലിഹുഡ് കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ട്. അപ്പം അതിനൊരു ഇൻഡസ്ട്രി ആയിട്ട് പ്രഖ്യാപിക്കേണ്ടതൊക്കെ വളരെ അത്യാവശ്യം തന്നെയാണ്. അതിനെ സപ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകണം. അപ്പം പക്ഷേ അതിന് തിയേറ്ററിനും അതേപോലെ കൊണ്ടുപോകണം. കാരണം ഒരു കാലഘട്ടത്തിൽ നമുക്ക് എന്തുകൊണ്ടാണ് ഇവിടെ അത്തരത്തിലൊരു കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായത്? കാരണം നമ്മുടെ ഒരു കൾച്ചറൽ ഹെറിറ്റേജ് എന്നൊക്കെ ഭയങ്കര റിച്ചാണ്. കഥകളിയും കൂടിയാട്ടവും തെയ്യവും അത് പെർഫോമൻസുകളും നാടകവും സിനിമയും കഥാപ്രസംഗവും ഒക്കെ ഭയങ്കര ഹെറിറ്റേജാണ്. മറ്റുള്ള നാടുകളെ അപേക്ഷിച്ച്, മറ്റുള്ള ഭാഷകളെ ഇത്രയും വലിയ ഒരു തായ്വേരുള്ള ഒരു ചില്ലയിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് അടർന്നു വീഴാതെ, അതിൻ്റെ ചോട്ടിലെ മണ്ണ് ഒലിച്ചു പോകാതെ അതിനെ നിലനിർത്തി കൊണ്ടുപോകേണ്ടത് നമ്മുടെ ഈ സർക്കാരിന് മാത്രമല്ല, ഈ നമ്മുടെ ചുറ്റുമുള്ള ഓരോ ആളിൻ്റെയും ഉത്തരവാദിത്വവും കടമയുമാണിത്. അപ്പം അങ്ങനെ നിലനിർത്തി കഴിഞ്ഞാൽ ഇതിനേക്കാൾ ഇപ്പം നമ്മൾ ഇപ്പം നാടകങ്ങളൊക്കെ പലയിടത്തും വർക്ക്ഷോപ്പിനൊക്കെ പോകുന്ന സമയത്ത് പലരും ചോദിക്കും, നാടകമൊക്കെ പഠിക്കേണ്ട കാര്യമുണ്ടോ? അല്ലെങ്കിൽ പിന്നെ കോളേജിലും സ്കൂളിലും ഒക്കെ. ഇപ്പം നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത്, ഇപ്പം എൻ്റെയൊക്കെ ഏജിലുള്ള ആളുകളുടെയൊക്കെ ചെറുപ്പകാലത്ത് അവരൊക്കെ നിന്നത് അന്ന് നാട്ടിലൊക്കെ ഒരുപാട് വായനശാലകൾ, ക്ലബ്ബുകൾ, നാടക പരിപാടികൾ, അങ്ങനെയുള്ള കുറേ അനുബന്ധ പരിപാടികളുണ്ടായിരുന്നു. ക്യാമ്പസുകളിൽ തന്നെ ക്യാമ്പസ് തിയേറ്ററുകളുണ്ടായിരുന്നു. അപ്പം ഈ തിയേറ്റർ എന്തിനാണ് നമ്മളിപ്പം ഒരു ആൾക്കാർ ചോദിക്കും, ഒരു കലാപരിപാടിക്കൊക്കെ എന്തിനാണ് നാടകം വയ്ക്കുന്നത്? നമുക്കൊരു ഗാനമേള നടത്താം, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് പോലെ വേറെ റാപ്പ് സോങ്. പക്ഷെ അതിൻ്റെ വ്യത്യാസമുണ്ട്. നമ്മളൊരു ഒരു പെർഫോമൻസ് ഓഫ് തിയേറ്ററിൻ്റെ ഒരു സാധനം വയ്ക്കുന്ന സമയത്ത് നമ്മളത് കണ്ട് ആസ്വദിക്കുന്നതിനപ്പുറത്തേക്ക് ആ മനുഷ്യനെ ചിന്തിപ്പിക്കാൻ സാധിക്കുന്നുണ്ട്, അവൻ്റെ ജീവിതത്തിലെ കാഴ്ചപ്പാടുകളെ മാറ്റാൻ സാധിക്കുന്നുണ്ട്. അപ്പം സമൂലമായി നമ്മളതിനെപ്പറ്റി ആലോചിച്ച് നോക്കി കഴിഞ്ഞാൽ അവനിലൊരു മാറ്റം ഉണ്ടാക്കാൻ അത് പോസിറ്റീവായിട്ടാണ് ഭൂരിപക്ഷവും സംഭവിക്കാറുള്ളത്.
പക്ഷേ നമ്മളൊരു ഒരു 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 വേറെ സമയത്തുള്ള ഒരു ഗാനമേളയോ, ഞാൻ ഗാനമേള മോശമെന്നല്ല പറഞ്ഞത്, അത്തരത്തിലുള്ള ഒരു പ്രോഗ്രാം കാണുമ്പോൾ നമ്മളെ 2 മണിക്കൂർ അർമാദിച്ച് തുള്ളിച്ചാടി ബഹളം വെച്ചങ്ങ് പോയി. അത് നമ്മുടെ മനസ്സിലേക്ക് കയറുന്നില്ല. ശരീരത്തിന്റെ പുറത്ത് നിന്നുകൊണ്ട് ഒരു സാധനത്തിനകത്ത് നമ്മൾ ഭയങ്കര വൈബായി പോയി. പക്ഷെ മറ്റത് നമ്മുടെ എന്നതിനപ്പുറത്തേക്ക് നമ്മുടെ കാഴ്ചകളെ, കാഴ്ചപ്പാടുകളെ, നമ്മുടെ ചിന്തകളെ, അനുഭവങ്ങളൊക്കെ മാറ്റും ആളുകളുടെ സമീപനത്തിൽ, അല്ലേ? അപ്പം അത് ഒരു വ്യക്തിയെ രൂപപ്പെടുത്തിയെടുക്കാൻ, അവൻ്റെ വ്യക്തിത്വത്തെ കൊണ്ടെടുക്കാനും അവൻ്റെ വ്യക്തിത്വത്തെ മോൾഡ് ചെയ്തെടുക്കാനും ഒക്കെ തിയേറ്റർ പോലുള്ള കലകൾ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം അതുകൊണ്ടാണ് തിയേറ്റർ പാഠ്യപദ്ധതിയിലൊക്കെ വരണമെന്നൊക്കെ ഞങ്ങളെപ്പോലുള്ള ആളുകൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഉറപ്പായിട്ടും അവരിൽ ഒരു വലിയൊരു മാറ്റം ഉണ്ടാക്കാൻ സാധിക്കും. അതെ. ഇപ്പം ഞാനൊരു ആസ്പയറിങ് ആക്ടർ എന്ന രീതിയിൽ അവരുടെ അടുത്തൊരു ചോദ്യം ചോദിക്കുകയാണ്. അതായത് പിന്നെ ഈ ഇൻഹിബിഷൻ അല്ലെങ്കിൽ നമുക്ക് ചെയ്യുമ്പോഴുള്ള ആങ്സൈറ്റി, അപ്പോൾ അതിനെ മറികടക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അത് കാശ് കൊടുത്ത് പഠിക്കണോ? അല്ല, അതിന് മെരടിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ആളുകളുടെ ഉള്ളിലും ഒരു ആർട്ടിസ്റ്റ് ഉണ്ട്, അല്ലേ? ഇപ്പൊ കണ്ടുവരുന്ന ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് ആർക്കും അഭിനയിക്കാം, അല്ലേ? ന്യൂ കമേഴ്സ് എന്ന് പറയുന്നു. പക്ഷെ അതിനകത്ത് വേറൊരു അപകടം ഉണ്ടെന്ന് വെച്ചാൽ, അപകടമല്ല, അതിനകത്ത് വേറെ ഒരു റിയാലിറ്റി ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എല്ലാ ആളുകളുടെ ഉള്ളിലും ഒരു അഭിനേതാവുണ്ട്. നമ്മുടെ ചെറുപ്പത്തിലൊക്കെ നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ ക്ലാസ് റൂമിൽ സുഹൃത്തുക്കളുടെ നമ്മൾ എന്തോരം കള്ളത്തരങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്, അല്ലേ? പറഞ്ഞിട്ടുണ്ട് പലത്. അത് നമ്മൾ തൽക്കാലം ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടി മാത്രം പലതരത്തിലുള്ള സാധനങ്ങൾ. അപ്പൊ ഈ ഇൻഹിബിഷൻസ് എങ്ങനെ മാറ്റിയെടുക്കാന്ന് വെച്ചാൽ എക്സ്പീരിയൻസ് ഉണ്ട് നമുക്ക്. അതിനെ ആ ഇൻഹിബിഷൻസ് മാറ്റി അവനെ കോൺഫിഡൻസ് ആയിട്ട് ആ ക്യാരക്ടറിന് വേണ്ടിയിട്ട് മോൾഡ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വർക്ക്ഷോപ്പുകൾ വയ്ക്കുന്നത്, അല്ലെങ്കിൽ തിയേറ്റർ ഇത്തരത്തിലുള്ള എക്സസൈസുകൾ ചെയ്യിപ്പിക്കുന്നത്. ഇപ്പോൾ സിനിമയിലൊക്കെ ഈ കാസ്റ്റിംഗ് ഒക്കെ നടത്തിയിട്ട് ഒരു വർക്ക്ഷോപ്പ് വയ്ക്കുന്നത് ആ ക്യാരക്ടറിലേക്ക് അയാളെ ഒന്ന് സ്വിച്ച് ചെയ്ത് അതിനകത്ത് തന്നെ ഒന്ന് പ്ലഗ് ഇൻ ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ടാണ് അത്തരത്തിലുള്ള വർക്ക്ഷോപ്പ്. അപ്പോൾ അത്തരം വർക്ക്ഷോപ്പുകളിലൂടെ, പലതരം ആക്ടിവിറ്റീസുകളിലൂടെ നമുക്കത് മോൾഡ് ചെയ്തെടുക്കാൻ പറ്റും, ഉറപ്പായിട്ടും ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു നല്ല നടനാകാൻ വേണ്ടി ഇതിൽ ഏറ്റവും കൂടുതൽ ഏതാ വേണ്ടത്? നല്ല ഒരു ടാലൻ്റ് ആണോ വേണ്ടത്, അതോ ട്രെയിനിങ് ആണോ, അതോ ചെയ്തു വന്നിട്ടുള്ള എക്സ്പീരിയൻസ് ആണോ? രണ്ടും വേണം നമുക്ക്. ഞാനിപ്പം ഭയങ്കരമായിട്ട് ട്രെയിനിങ് ചെയ്യുന്നുണ്ട്. എനിക്ക് ടാലൻ്റ് ഉണ്ടെങ്കിൽ ഇത് ചെയ്തിട്ട് കാര്യമുണ്ടോ? ഇല്ല. എനിക്ക് ടാലൻ്റ് ഉണ്ട്, പക്ഷെ അതിന് പറ്റുന്ന ഒരു ട്രെയിനിങ് എനിക്ക് കിട്ടിയില്ല. എൻ്റെ ടാലൻ്റ് എനിക്ക് ഷാർപ്പൺ ചെയ്യാൻ പറ്റില്ല. അപ്പം ടാലൻറ്റും വേണം, ട്രെയിനിങ്ങും വേണം. ആ ടാലൻറ്റിനെ ഈ ട്രെയിനിങ്ങിലൂടെയും നമുക്കതിനെ ബിൽഡപ്പ് ചെയ്തുകൊണ്ട് മുകളിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അതാണല്ലോ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. അപ്പം അത് നമ്മൾ ഈ സിനിമകളൊക്കെ ചെയ്യുന്ന സമയത്ത്, ഇപ്പം മോഹൻലാലിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞതുപോലെ, അദ്ദേഹം ഒരു സിനിമയിൽ അഭിനയിക്കാൻ പോകുന്ന സമയത്ത് ആ സംവിധായകരും എഴുത്തുകാരും അതിൻ്റെ സാങ്കേതിക പ്രവർത്തകരും പ്രൊഡ്യൂസറും ഒക്കെ അദ്ദേഹത്തിലൂടെ പറഞ്ഞ് ആ ക്യാരക്ടറിനെ വേറെ ലെവലിലേക്ക് കൊണ്ടെത്തിക്കുന്നുണ്ട്, അല്ലേ? അതിന് അപ്പം അതാണ് അത്യാവശ്യം. അപ്പം അതുകൊണ്ട് ടാലൻ്റ് ഉണ്ടാവണം. ബേസിക്കലി ടാലൻ്റ് ഇല്ലാത്ത കാര്യത്തിൽ പിന്നെ നമ്മൾ കുടം കമഴ്ത്തി വെച്ച് വെള്ളം ഒഴിച്ചിട്ട് എന്താ കാര്യം? അതെ. ഇപ്പോൾ കുറേ മമ്മൂക്കേൻ്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്, ഡാഡിക്കുള്ളൊക്കെ അഭിനയിച്ചിട്ടുണ്ടല്ലേ? ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? അല്ല, ഞാൻ ആദ്യം മമ്മൂക്കയോട് അഭിനയിക്കുന്നത് ഡാഡിക്കുള്ളാണ്. അന്ന് അദ്ദേഹം ഫോർ അവേ ഫ്രം ക്രിസ്റ്റഫറിലുണ്ടായിരുന്നു. അതെ, അതാണ് ഞാൻ പറഞ്ഞത്. അപ്പം അന്ന് വളരെ ദൂരെ നിന്ന് കാണുന്ന ഒരു കൗതുകമുള്ള ഒരു ഭയങ്കര, എന്നെ സംബന്ധിച്ച് മമ്മൂട്ടിയെ സംബന്ധിച്ച് ഞാൻ ഓരോ ആക്ടേഴ്സിനെയും ഭയങ്കരമായിട്ട് ഒബ്സർവ് ചെയ്യുന്ന ഒരാളാണ്. കാരണം അങ്ങനെ ചില ആക്ടേഴ്സിനോട് ഞാൻ വളരെ പേഴ്സണലി തന്നെ ഓപ്പൺ ആയിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഇപ്പം സിദ്ദിഖൊക്കെ ഞാനും കൂടെ ഒരു ദിവസം മുഴുവൻ ഞങ്ങളിരുന്ന ആക്ടിങ്ങിനെ കുറിച്ചും പുള്ളിയുടെ പെർഫോമൻസ്, ഞാൻ ഏറ്റവും രസമായിട്ട് തോന്നിയ ഒരു ആക്ടറാണ് സിദ്ദിഖ്. കാരണം അദ്ദേഹത്തിൻ്റെ പെർഫോമൻസിൽ അദ്ദേഹം ഉണ്ടാക്കുന്ന ഒരു ഗ്രോത്ത് ഭീകരമാണ്. ഞാനത് പുള്ളിയോട് സംസാരിച്ചപ്പോൾ പുള്ളി അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ഓമൽ ഇതൊക്കെ പറഞ്ഞിട്ടേ. കാരണം ഞാൻ ഒരു ആക്ടറും കൂടെ ആയതുകൊണ്ട് നമ്മളെല്ലാം ഒബ്സർവ് ചെയ്യില്ല. അപ്പം മമ്മൂക്കയെ സംബന്ധിച്ച് അന്ന് ആ സിനിമ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ അദ്ദേഹമായിട്ട് കൂടുതൽ അടുക്കുന്നത്, അദ്ദേഹം ഈ MT വാസുദേവൻ സാറിൻ്റെ 2ാം ഊഴത്തിന് ബേസ് ചെയ്തിട്ട് ഒരു തിയേറ്റർ പെർഫോമൻസ് ചെയ്തിരുന്നു, ഭീമം എന്ന് പറഞ്ഞിട്ട്. അപ്പം അതിൽ പിന്നെ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരും ഇതിനകത്ത് ഇദ്ദേഹം 4-5 വേഷങ്ങൾ ചെയ്യുന്നുണ്ട്. അർജുനൻ, ദുര്യോധനൻ, കർണൻ എന്ന് പറയുന്ന കുറേ വേഷങ്ങളുണ്ട്. അപ്പം എണ്ണ വെച്ചിട്ടൊരു മോൾഡ് ഉണ്ടാക്കിയിട്ട്, ഒരു സ്കെച്ച് ഉണ്ടാക്കിയിട്ട് ഞാൻ അദ്ദേഹത്തിലേക്ക് ഇത് പകർന്നു കൊടുക്കുകയാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ അന്ന് സ്കൂൾ ഡ്രാമയിലൊക്കെ പഠിച്ചിറങ്ങിയതിൻ്റെ ആ കുറച്ചുകൂടെ ഒരു ചാമായിട്ടുള്ളൊരു പീരീഡ് എന്ന നിലയ്ക്ക് നമ്മുടെ ഈ കളരിയുടെ കുറേ മൂവ്മെൻറ്റും അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഈ ക്യാരക്ടേഴ്സ് വർക്കൗട്ട് ചെയ്തിട്ടാണ്. പിന്നെ അദ്ദേഹം വരുമ്പോൾ നമ്മളിത് പറഞ്ഞു കൊടുക്കുന്നു. ആ സമയത്താണ് അദ്ദേഹമായിട്ട് കൂടുതൽ അടയ്ക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കരമായിട്ടുള്ളൊരു കുട്ടിത്വമുണ്ട്, അഭിനയിക്കാനുള്ളൊരു കൊതി തീവ്രമായിട്ടുണ്ട്. അപ്പം ഞാനിത് ഫസ്റ്റ് കാണിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ് എങ്ങനെ ഒന്നുകൂടെ കാണിച്ചെന്ന് പറഞ്ഞു. ഞാൻ പറയും, അല്ല സാർ, ഞാനിത് എൻ്റെ ഒരു ബോഡി ലാംഗ്വേജും എക്സ്പീരിയൻസ് വെച്ചാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് സാറിൻ്റെ ഒരു ഇതിൽ അതെന്തിനാണ് ചെയ്യുന്നത്? ഇത് ചെയ്യാനല്ലേ എന്നെ ഇവിടെ വിളിച്ചത്, ഞാനിത് ചെയ്യണ്ടേ വെച്ചാൽ
അദ്ദേഹത്തിന് അത് എങ്ങനെയാണോ ഡയറക്റ്റ് ഡിസൈൻ ചെയ്ത് അല്ലെങ്കിൽ ഞാൻ ആ സ്കെച്ച് എങ്ങനെയാണോ ഉണ്ടാക്കി അത് ചെയ്തെടുക്കുക എന്ന് പറയുന്ന ആക്ടറിന്റെ ഒരു എന്താ പറയുന്നത് ഒരു വല്ലാത്തൊരു കൊതിയുണ്ടല്ലോ. അതാണ് ഞാൻ അവിടെ അദ്ദേഹത്തിന് കണ്ടത്. അദ്ദേഹം ഭയങ്കരമായിട്ട് ഞെട്ടിപ്പിച്ചു, ഹാർഡ് വർക്ക് ചെയ്ത് അതിലേക്ക് എത്തിപ്പെട്ടതാണ്. അങ്ങനെയാണ് കൂടുതൽ. പിന്നെ ഞാൻ കാണുന്നത് ക്രിസ്റ്റഫൽ ആകുമ്പോൾ ഭയങ്കര ക്ലോസ് ആണ് വളരെ. അപ്പം ഞാൻ അതിനകത്ത് മമ്മൂക്കയോട് ഭയങ്കര റൈസപ്പ് ചെയ്ത് പറയുന്ന ഒരു സീനൊക്കെ ഉണ്ട്, ഭയങ്കര ഇതായിട്ടൊക്കെ സംസാരിക്കുന്നത്. നമ്മളെത്രയൊക്കെ നമുക്ക് അടുപ്പമുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന ഇന്ത്യൻ സിനിമയിൽ വലിയൊരു നടനോടാണ് നമ്മൾ ഭയങ്കര റൈസപ്പായിട്ട് സംസാരിക്കുന്നത്. അപ്പം ഞാനിങ്ങനെ പറഞ്ഞിട്ട് ഞാനിങ്ങനെ ഉണ്ണിസാറിനെ നോക്കാം, ഉണ്ണികൃഷ്ണൻ സാറാണ് ഡയറക്ടർ. നമ്മൾ നമുക്കത് ഒന്നുകൂടെ നോക്കാം. അപ്പം എനിക്ക് മനസ്സിലായി അത് എനിക്ക് വർക്കൗട്ട് ആയാലും എനിക്ക് തന്നെ മനസ്സിലായി. അപ്പോൾ ഒന്നുകൂടെ പറഞ്ഞപ്പം പുള്ളി പതുക്കെ എന്നെ ഇങ്ങനെ നോക്കിയിട്ട് അമലിക്ക് വന്ന് വിളിച്ചിട്ട് എന്നെ അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട്, ഞാനത് പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. പുള്ളി എന്നെ വിളിച്ചിട്ട് ഭയങ്കര പേഴ്സണലി പറഞ്ഞു, ഇതിനകത്ത് അമലും മമ്മൂട്ടിയൊന്നുമില്ല, അമൽ എന്താണോ ആ ക്യാരക്ടർ എന്താണോ പറയാനുള്ളത് അത് ഓപ്പണപ്പായിട്ട് പറയുക. അത് അങ്ങനെ അമല് പറയുമ്പോഴാണ് അവിടെ മമ്മൂട്ടി എന്നുള്ള നടൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നത്. ഇത് അമലിന് ഞാൻ പറയാതെ തന്നെ അറിയാം, ഒരു ഗിവ് ആൻഡ് ടേക്കൺ. അതുകൊണ്ട് എന്നെ കാണണ്ട അവിടെ, ക്യാരക്ടറായിട്ട് മാത്രം കണ്ട് ധൈര്യമായിട്ട് പോയി പറഞ്ഞു, ഒന്നും ഇതാണല്ലോ ഞാൻ ചീത്ത വിളിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോഴത്തേക്ക് നമുക്കൊരു ഒരു ഗ്രീൻ കാർഡ് കിട്ടി അവിടുന്ന്. പക്ഷെ അത്ര ഒരു ഭയങ്കര ഇൻറ്റിമേസ്, ഭയങ്കര രസമുള്ള ഒരു ആക്ടറാണ്. ഭയങ്കരമായിട്ട് എന്താ പറയുക, അതായത് കൂടെ നിൽക്കുന്ന ആൾക്കാരെ ഇങ്ങനെ ഇൻസ്പയർ ചെയ്ത് നമ്മളെ അതിനകത്തേക്ക് നമ്മൾ പോലും അറിയാതെ കൊണ്ടുവന്ന് പോകുന്ന ഒരു ആക്ടറാണ്. യെസ്, നമുക്ക് ചെറിയൊരു ഫൺ ഗെയിമിലേക്ക് പോയാലോ? ഗെയിമല്ല, അതായത് ഞാൻ കുറച്ച് സിറ്റുവേഷൻസ് പറയും. അപ്പൊ അതില് പെർഫോം ചെയ്യാൻ പറയരുത്, പെർഫോമൻസ് അല്ല. അതില് കുഞ്ഞുണ്ണി ആണെങ്കിൽ എങ്ങനെ റിയാക്ട് ചെയ്യും, അമലാണെങ്കിൽ എങ്ങനെ റിയാക്ട് ചെയ്യും എന്ന് പറഞ്ഞാൽ, പിന്നെ വൈഫ് വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല, അപ്പൊ കുഞ്ഞുണ്ണി ആണെങ്കിൽ എങ്ങനെ റിയാക്ട് ചെയ്യും, അമലാണെങ്കിൽ എങ്ങനെ റിയാക്ട് ചെയ്യും? ഇത് രണ്ടും ഒന്നുപോലെ തന്നെ പോകുന്നതേ ഉള്ളൂ, ഒരേപോലെ അല്ല. അല്ല, കുഞ്ഞുണ്ണി ആണെങ്കിൽ കുഞ്ഞുണ്ണി എന്ന് പറയുന്നതും കുറേയൊക്കെ നമ്മുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്യുന്ന കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. അതായത് അപ്പോൾ അതിനകത്ത് ഉണ്ണിച്ചേട്ടൻ നമ്മളെയൊക്കെ ട്രീറ്റ് ചെയ്തത്, എന്നോട് ആദ്യം ഓഡിയേഷൻ കഴിയുന്ന സമയത്ത് എന്നോട് പറഞ്ഞത്, ഇതിനകത്ത് അമല് ഈ വീട്ടിലെ ഗൃഹനാഥൻ്റെ ഒരു ക്യാരക്ടറാണ്. ഭാര്യയുണ്ട്, ഗൃഹനാഥനാകുമ്പോൾ ഭാര്യ ഉണ്ടാവുമല്ലോ, ഭാര്യയുണ്ട്, മക്കളുണ്ട്, 3 മക്കളാണ്, കൊച്ചുമക്കളുണ്ട്. എന്നിട്ട് പുള്ളി എൻ്റെ മുഖത്തേക്കിങ്ങനെ നോക്കി. അപ്പം ഞാൻ ചോദിച്ചു, എന്ത് പറ്റി ചേട്ടാന്ന്? എടേ അപ്പൂപ്പനാണ്. ഞാൻ പറഞ്ഞു, സോ വാട്ട്? ഞാൻ പറഞ്ഞു, എനിക്ക് അപ്പൂപ്പനാണോ കൊച്ചുമാരാണോ പിന്നെ അച്ഛനാണോ എന്നുള്ളൊരു ഇതിനെക്കുറിച്ച് ഞാൻ ബോധർ ചെയ്യുന്നില്ല. കാരണം ഞാനൊരു ആക്ടർ എന്ന നിലയ്ക്ക് എനിക്ക് സംബന്ധിച്ച് നമുക്ക് എന്തെങ്കിലും ചലഞ്ചീവായിട്ട് ചെയ്യാൻ പറ്റുന്നതാണോ, അതിലല്ലേ ഒരു രസം, അതിലല്ലേ ഒരു ത്രില്ലെന്നല്ല. നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു കാര്യം തന്നെ ചെയ്തുകൊണ്ട് കഴിഞ്ഞാൽ ഒരു രസമില്ല. അപ്പം അതിനകത്ത് നമുക്കൊരു വിസ്മയം ഉണ്ടാവണം, നമുക്കൊരു ത്രില്ലുണ്ടാവണം. ആ ത്രില്ലും ഒരു എനർജിയും ഒരു ഹരം നമുക്കുണ്ടെങ്കിൽ ആ ഹരം നമുക്ക് ഓഡിയൻസിലേക്ക് പകർത്താൻ പറ്റുള്ളൂ. അപ്പം അതുകൊണ്ട് അതല്ല. പിന്നെ 2 പുള്ളി പറഞ്ഞത്, നമ്മൾ അതിന് വേണ്ടിയിട്ട് അപ്പൂപ്പനാണെന്ന് പറയുന്നതിൻ്റെ ഒരു ഇതിലേക്ക് വേണ്ടിയിട്ട് വേറൊരു ബോഡി ലാംഗ്വേജോ ഒരു സ്ലാങ്ങോ, ഞാനതൊക്കെ ചോദിച്ചു. അങ്ങനെ എന്തെങ്കിലും ഒന്നും വേണ്ട, നീ എങ്ങനെയാണോ വീട്ടിൽ സംസാരിക്കുന്നത് പെരുമാറുന്നത്. ഇപ്പം ലക്ഷ്മി വന്ന് എൻ്റെ അടുത്ത് എങ്ങനെ ചോദിക്കുകയാണ്, നീ എന്ത് പറയും, അത് മതി. അതിനകത്തുനിന്ന് ചില സാധനങ്ങൾ പുള്ളി ഇതിനകത്തേക്ക് നമ്മളെ ട്രാക്ക് ചെയ്ത് കൊണ്ടുപോകും. അപ്പോൾ അതുകൊണ്ട് അമലും കുഞ്ഞുണ്ണി ഏകദേശം ക്യാരക്ടർ എന്ന് വെച്ചാൽ എല്ലാം അല്ല, ചില ത്രൂ ഔട്ട് ക്യാരക്ടറിലൊക്കെ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. എൻ്റെ ഒരു ക്യാരക്ടർ ഡീപ്നെസ്സിലേക്കൊക്കെ പോകുമ്പോൾ സ്ലൈറ്റ്ലി ഡിഫറൻസസ് ഒക്കെ ഉണ്ട്. പക്ഷെ പെർഫോമൻസ് ഒക്കെ ഓൾമോസ്റ്റ് അങ്ങനെ ആയിരിക്കുമല്ലോ, ഏകദേശം അങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ? ഇപ്പോൾ വീട്ടിൽ ഭക്ഷണം വൈകുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും? ഇല്ല, അങ്ങനത്തെ ഒരു ഇതുണ്ടാവില്ല. കാരണം എനിക്ക് അത്യാവശ്യം കുക്കിംഗ് അറിയാം. പിന്നെ ഞാൻ വൈഫിനോട് എപ്പോഴും പറയാറുണ്ട്, ഇപ്പം ഞാൻ വന്നിരുന്നിട്ടേ കഴിക്കാവൂ, അങ്ങനത്തെ നിബന്ധനകളൊന്നുമില്ല. ഇയാൾക്ക് എപ്പോഴാണോ വിശക്കുന്നത് ഇയാൾ പോയി എടുത്ത് കഴിച്ചോടെ എന്ന് പറയും. അല്ലെങ്കിൽ എനിക്ക് എപ്പോഴാണോ വിശക്കുന്നത് എനിക്ക് വന്ന് എടുത്ത് കഴിക്കാം. അല്ലെങ്കിൽ അങ്ങനെ ഇപ്പം ഞാൻ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഞാൻ ചായ ഇടുമായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഉള്ളത് കാര്യങ്ങൾ ഉണ്ടാക്കി വയ്ക്കും. അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല. ഭക്ഷണം എനിക്ക് പിന്നെ അങ്ങനെ ഇന്നതരം ഭക്ഷണങ്ങളുണ്ടെങ്കിൽ മാത്രമേ കഴിക്കുമൊന്നുമില്ല. എന്തും കഴിക്കും, നമുക്ക് തിരിച്ചു കടിക്കാതെ എന്തും കഴിക്കും. അതുകൊണ്ട് അങ്ങനെ ഭക്ഷണത്തിനെ കുറിച്ച് എന്നെ കണ്ടാൽ തോന്നും ഭക്ഷണത്തിനെ കുറിച്ച് വളരെ അങ്ങനെയുള്ള ആളൊന്നുമില്ല. ട്രാവലിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. കാരണം ട്രാവൽ ചെയ്യുമ്പോൾ ഉള്ള ഒരു ഏറ്റവും നമുക്ക് പുതിയ സ്പേസുകൾ കാണാൻ പറ്റും, ഒരുപാട് ആളുകളെ പരിചയപ്പെടാം, സംസാരിക്കും. ഞാനീ പലപ്പോഴും യാത്ര പോകുമ്പോൾ പരമാവധി ആളുകളുമായിട്ട് സംസാരിക്കുകയും പരിചയപ്പെടുകയും. കാരണം നമ്മളൊരു ആളുമായിട്ട് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സ്പേസ് മുഴുവൻ നമുക്ക് കിട്ടും. അദ്ദേഹത്തിൻ്റെ അറിവുകൾ, അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങൾ, അദ്ദേഹം കടന്നു വന്ന വഴികൾ. നമ്മളൊരു ആക്ടറിനെ സംബന്ധിച്ച് ഞാൻ അതാണ് നോക്കുന്നത്. ഞാൻ ഓരോ ആളുകളെ കാണുമ്പോഴും എവിടെയെങ്കിലുമൊക്കെ എനിക്ക് പെർഫോം പിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എലമെന്റ് അദ്ദേഹത്തിലുണ്ടോ എന്നുള്ളൊരു ഇത് ഇങ്ങനെ. അതുകൊണ്ട് എനിക്കത് ഭയങ്കര രസമാണ്. ഇപ്പോൾ കുറേ കഥാപാത്രങ്ങൾ ചെയ്യുമ്പോൾ എല്ലാം നമുക്കിപ്പോൾ പുറത്തുനിന്ന് തന്നെ സിമിലർ ആയിട്ടുള്ള ആൾക്കാരെ
കണ്ടുപിടിക്കാൻ പറ്റണമെന്നില്ലല്ലോ. ഇല്ല. അപ്പോൾ നമ്മളെ എങ്ങനെയായിരിക്കും അത്? അതായത് നമ്മുടെ ഒരു തിയേറ്ററിലൊക്കെ സ്റ്റാൻസ്ലോവ്സ്കിയുടെ ഒക്കെ സിസ്റ്റങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം അദ്ദേഹം പറയുന്നത് നമുക്ക് ഒരു കഥാപാത്രം നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ അനുഭവങ്ങൾ നമുക്ക് എടുക്കാം, നമ്മുടെ ചുറ്റുപാടുമുള്ളവരുടെ അനുഭവങ്ങൾ നമുക്ക് കളക്ട് ചെയ്തെടുക്കാം, നമ്മൾ കണ്ട കാര്യങ്ങൾ നമുക്ക് റീകളക്ട് ചെയ്തെടുക്കാൻ പറ്റും, നമ്മൾ വായിച്ച കാര്യങ്ങൾ. ഇതൊന്നുമില്ലാത്തൊരു കഥാപാത്രമാണെങ്കിൽ നമ്മൾ ഇമാജിനേഷൻ കൊണ്ട് നമുക്ക് വർക്കൗട്ട് ചെയ്തെടുക്കാം. ഇപ്പം ദേവലോകത്തെ ഒരു കഥാപാത്രം നമ്മൾ കണ്ടിട്ടില്ല, നമ്മൾ അനുഭവിച്ചിട്ടില്ല, ചിലപ്പോൾ വായിച്ചിട്ടുണ്ടായിരിക്കാം, അല്ലെ വേറൊരാൾ പറഞ്ഞ ഞാൻ ദേവേന്ദ്രനായ സമയത്തെന്ന് പറയുന്ന ഒരു അനുഭവം നമുക്കില്ല. അപ്പോൾ കുറച്ചൊക്കെ നമ്മുടെ ഭാവനകളും പിന്നെ വായിച്ച ഇത് വച്ചിട്ടൊക്കെ ആയിരിക്കും നമ്മൾ, അങ്ങനെ പലതരത്തിലാണ് നമ്മൾ കഥാപാത്രത്തെ മോൾഡ് ചെയ്തെടുക്കുന്നത്. അപ്പം അതിൽ നമുക്ക് എന്ത് ഈ കഥാപാത്രം ഇപ്പം ഞാൻ ചെയ്യുന്നത് വേറൊരു ആക്ടർ ചെയ്ത ഒരു കഥാപാത്രമായിരിക്കും നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിന്ന് എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ചലഞ്ച് കൂടെ ഉണ്ടാവും. ഗുഡ്. പിന്നെ അമലേട്ടൻ്റെ പുതിയ നാടകങ്ങൾ ഏതൊക്കെയാണ്? നാടകങ്ങൾ പുതിയ കുറേ പദ്ധതികളുണ്ട്, പക്ഷെ ഒന്നും ഇപ്പൊ പുറത്തു പറയാനില്ല. ഇല്ല. നമ്മള് ഇപ്പൊ എൻ്റെ ഒരു പോളിസി അതാണ്, നമ്മൾ ചെയ്യാനുള്ളത് എന്തായാലും വളരെ, കാരണം അതൊരു പ്രോസസ്സാണ്. അത് പ്രോസസ്സിന്റെ സമയത്ത് നമ്മൾ അനൗൺസ് ചെയ്യാതിരിക്കുന്നതാണ്. ഡെലിവറി ആവട്ടെ. ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രേമലേഖനം, ബഷീറിന്റെ പ്രേമലേഖനം, കൃഷ്ണമൂർത്തി സാർ ചെയ്ത പ്രേമലേഖനമുണ്ട്, ശുദ്ധമതളം കളിക്കുന്നുണ്ട്, തോമാക്കറിയ എന്ന് പറഞ്ഞൊരു നാടകങ്ങൾ കളിക്കുന്നുണ്ട്. ആ 3 നാടകങ്ങൾ ഇപ്പോഴും, അത് കുറെ വർഷങ്ങളായിട്ട് ഞാൻ കളിച്ചുകൊണ്ടിരിക്കുന്നു, ഇപ്പോഴും കളിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. കാരണം പ്രേമലേഖനം ഓൾമോസ്റ്റ് ഒരു 19-20 വർഷമായി, 2008 തുടങ്ങിയതാണ്. ഇപ്പോഴും കളിയുണ്ട്, ഇപ്പോഴും ആൾക്കാർ കാണുന്നുണ്ട്. അമലേട്ടൻ്റെ ഒരു പ്ലേ കാണണമെന്ന് എനിക്ക് പേഴ്സണലി ആഗ്രഹമുണ്ട്. ഇനിയിപ്പോൾ തീർച്ചയായിട്ടും എന്തായാലും അറിയിക്കണം, എന്തായാലും കാണണം. തീർച്ചയായിട്ടും. കാരണം പ്ലേകൾ തരുന്ന ഒരു എനർജി എന്നുള്ളത് വല്ലാത്തൊരു എനർജിയാണ്. അത് കിട്ടുന്ന, നമ്മളിപ്പം ഈ ചില ആൾക്കാർ ഇത്രയും നാടകങ്ങൾ കളിച്ചത് മടുക്കുന്നില്ല, ഒരിക്കലും മടുപ്പുണ്ടാവില്ല. കാരണം ഇന്നലെ കളിച്ചതുപോലെ ആയിരിക്കില്ല, ഇന്നലെ പറഞ്ഞ ഡയലോഗും സിറ്റുവേഷനും ആണെങ്കിൽ പോലും ഇന്ന് പുതിയൊരു ഓഡിയൻസിന്റെ മുമ്പിലാണല്ലോ നമ്മൾ കളിക്കുന്നത്. അതെ. ഞാൻ ചോദിക്കാൻ പറ്റും, ഇപ്പോൾ ബഷീറിന്റെ പ്രേമലേഖനം ഇപ്പോൾ 2000 സ്റ്റേജിലധികം കളിച്ചു. അപ്പോൾ സെയിം കഥാപാത്രം തന്നെയാണ് ഈ 2000 വേദികളിലും ചെയ്തുകൊണ്ട്. അതായത് ഇപ്പം 2000 വേദി എന്ന് പറയുന്നത് അത്ര വലിയ അത്ഭുതമൊന്നുമില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു മലയാള നാടകത്തിൽ ഒരുപക്ഷെ ഒരേ കഥാപാത്രം ഒരേ നടനും നടിയും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നത് പക്ഷെ ആദ്യത്തിലായിരിക്കും. അപ്പോൾ ഓരോ സ്റ്റേജിലും കൊണ്ടുവരുന്ന സമയത്ത് എന്തായാലും അത് ആ സോൾ, ആ കഥാപാത്രം ഉള്ളിലുണ്ട്, ചെയ്ത് വരികയാണല്ലോ. അപ്പോൾ ഓരോ വേദികളിലും ചെയ്യുമ്പോൾ എന്തെങ്കിലും പുതുമ കൊണ്ടുവരാൻ വേണ്ടി നോക്കാറുണ്ടോ? അല്ല, പുതുമ ടോട്ടലി അതിൻ്റെ ഒരു സ്ട്രക്ചർ, അതിൻ്റെ ഒരു കഥയുടെ ഘടനയിലും അതിൻ്റെ ഒരു അവതരണത്തിൻ്റെ ഡിസൈനിങ്ങിലും ഒക്കെ ഓൾമോസ്റ്റ് ചെയ്യും. പക്ഷെ പെർഫോമൻസിലൊക്കെ ചില സമയത്ത് വ്യത്യാസം, അത് ഡിപ്പെൻഡ്സ് ഓൺ ദി ഓഡിയൻസ്. അതായത് ഇന്നലെ കാണുന്ന ഇപ്പം നമ്മുടെ നാടകങ്ങളുടെയൊക്കെ ഇപ്പം ശുദ്ധമതലവും പ്രേമലേഖനമൊക്കെ നിരന്തരം നമ്മുടെ ചില സുഹൃത്തുക്കൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അന്വേഷിച്ച് പിടിച്ച സ്ഥിരം 10-16 തവണ നാടകങ്ങൾ കണ്ടിട്ട് പോയിട്ടുള്ള ആൾക്കാരുണ്ട്. ഇപ്പം മേലുല്ലാസമായാലും അതൊക്കെ ഒരുപാട് കളിക്കപ്പെട്ട നാടകങ്ങളാണ്. അത് സ്ഥിരമായിട്ട് വന്ന് കാണുന്ന ഓഡിയൻസ്. അപ്പം ഞാനിത് അവരോട് തന്നെ പേഴ്സണലി ചോദിച്ചു. അപ്പം കാരണം ഇന്നലെ ഈ പറയുന്ന ഒരു സ്ട്രക്ചർ ഫ്രെയിം ഉണ്ടെങ്കിൽ പോലും അതിനകത്ത് നിങ്ങളുടെ ചില ഗിവൺ ടേക്കുള്ള ചില ഇംപ്രവൈസേഷൻസ്, മൈന്യൂട്ടായിട്ടുള്ള ചില ചേഞ്ചസ്, അത് അറിഞ്ഞുകൊണ്ട് നമ്മൾ ബോധപൂർവ്വം ഇന്നടത്ത് ഇത് കൊടുക്കണം എന്ന് പറഞ്ഞ് ചെയ്യുന്നതല്ല, സ്വാഭാവികമായി സംഭവിച്ചു. ആ സമയത്ത് ചിലപ്പം നമുക്ക് നമ്മുടെ കോ ആക്ടർ തരുന്ന ഒരു ബൗൺസ് ആയിരിക്കാം നമുക്ക് വേറെ തരത്തിലൊരു എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ഓഡിയൻസ് റെസ്പോൺസ് ആയിരിക്കാം, അല്ലെങ്കിൽ ആ ആംബിയൻസിൻ്റെ ഒരു ഇതായിരിക്കാം നമുക്ക് അവിടെ വേറെ തരത്തിൽ. അത് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും സംഭവിക്കാറുണ്ട് കേട്ടോ. തലേദിവസം കളിച്ചതിനേക്കാൾ മോശമായി പോകാറുണ്ട്, അതിനേക്കാൾ ഗംഭീരമായിട്ടുള്ള സിറ്റുവേഷൻ സംഭവിച്ചു പോയിട്ടുണ്ട്. അപ്പം ഈ പ്രേമലേഖനവും ശുദ്ധമതലവും കളിക്കുന്ന സമയത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ ക്ലോസ്ഡ് ആയിട്ടുള്ള ആക്ടേഴ്സാണ്, പേഴ്സണലി വളരെ അടുപ്പമുള്ള. ഇപ്പം ശർമ്മ അല്ലെങ്കിൽ ലക്ഷ്മി എന്നൊക്കെ പറയുന്ന അത്രയും വളരെ നമ്മുടെ ഹൃദയമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ജീവിതമായിട്ട് അടുത്ത് നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ വളരെ പേഴ്സണലി അടുപ്പമുള്ള ആൾക്കാരായതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള ഇംപ്രവൈസേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സംഭവിക്കാറുണ്ട്. അപ്പം എന്തായാലും ചേട്ടാ, നാടകങ്ങൾക്കൊക്കെ ഇനിയും കുറെ പുതിയ പ്രൊജക്ടുകൾ വരാനുണ്ടെന്ന് പറഞ്ഞു. ഉണ്ട്. അത് വരാറാകുമ്പോൾ ഞാൻ ഇതിനേക്കാൾ ഗംഭീരമായിട്ട് പറയണം. നേരിട്ട് പ്ലേ കാണണം, അതിൻ്റെ ഒരു ആഗ്രഹമാണ്. എന്തായാലും ചേട്ടൻ പറഞ്ഞ പോലെ പിന്നെ തിയേറ്ററുകൾ എപ്പോഴും നിലനിൽക്കണം, നാടകങ്ങൾ ഉണ്ടാവണം. സിനിമയുടെ ഒരു വളർച്ച പോലെ തന്നെ പാരലലായിട്ട് തിയേറ്ററുകൾ നമുക്ക് ആവശ്യമാണ്, പറഞ്ഞ പോലെ. അതെന്തായാലും ഉണ്ടാവട്ടെ. അപ്പോൾ അതിന് ചേട്ടൻ അതിൻ്റെ ഒരു ഭാഗമാണ്. ഇങ്ങനെയുള്ള കുറച്ച് നാടക പ്രവർത്തകർ ഇപ്പോഴും അതിൻ്റെ കൂടെ തന്നെ ഉണ്ടെന്ന് പറയുമ്പോൾ കേൾക്കുമ്പോൾ അതൊരു സന്തോഷമാണ്. കാരണം കുറച്ചൊക്കെ നാടകങ്ങൾ, വിരലിലെണ്ണാവുന്ന നാടകങ്ങൾ എനിക്കും ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതിലൂടെയാണ് ഞാൻ കടന്നു വന്നത്. നാടകങ്ങൾ ചെയ്യണമെന്ന് ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ് ഞാൻ. അപ്പോൾ എന്ത് തന്നെയായാലും വരുന്ന എല്ലാ പ്രൊജക്റ്റുകൾക്കും എൻ്റെ എല്ലാവിധ ഭാവങ്ങളും ആശംസകളും. താങ്ക് യു സോ മച്ച് ചേട്ടാ. താങ്ക് യു സോ മച്ച്. ഓക്കെ.